ശ്രീമദ് ഭാഗവതം ക്ലാസ് 83. നമ്മൾ സ്കന്ധം 4 21-ാമത്തെ അധ്യായമായിട്ട് ഋതുവിൻ്റെ പ്രജാനുശാസനമാണ് നോക്കാൻ പോകുന്നത്. അതിൽ 1, 2, 3 പറയുകയാണ് മൈത്രേയൻ. ഇപ്പം പൃഥ്വി എന്ത് ചെയ്ത് പൃഥ്വി അതിൻ്റെ ശേഷം തൻ്റെ പുരിയിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ അവിടെയുള്ള വർണ്ണനകളാണ് മുത്തുമാല, പുഷ്പമാല, പട്ടുമേലാപ്പ്, പൊൻതോരണങ്ങൾ, അതിസുഗന്ധം വീശുന്ന ധൂമങ്ങളാലും മറ്റും അലങ്കൃതമായ അദ്ദേഹത്തിൻ്റെ ദേശത്തിൻ്റെ വർണ്ണനയാണ്. ചന്ദനമെല്ലാം കലക്കിയ വെള്ളമാണ് വഴിയിലെല്ലാം തളിച്ചിരിക്കുന്നത്. പുഷ്പം, ഫലം, ദീപം, കുലകൾ, നെടുവാഴകൾ. ഇപ്പം നമ്മളെല്ലാം നാട്ടിൽ പോകുമ്പോൾ ഓരോ സ്ഥലത്ത് ആഘോഷമെല്ലാം നടക്കുമ്പോൾ ചെല്ലുമ്പം കാണുന്നത് തന്നെയാണ്. കുലകൾ ഉണ്ടാവും, വാഴ ഇങ്ങനെ കെട്ടി തോരണായിട്ടെല്ലാം തൈ കവുങ്ങ്, ചെറിയ കവുങ്ങുകളെല്ലാം കെട്ടിയിട്ട് കാണാം. ഇതെല്ലാം കണ്ടിട്ടാണോ എന്നറിയില്ല. മാവ്, അശോക മുതലായ മരങ്ങളാലെല്ലാം അലങ്കരിച്ച പുരിയിലേക്ക് കടന്നു യാത്ര ചെയ്തു. 4-5 പറയുകയാണ് പ്രജകളെല്ലാം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആഭരണങ്ങളാൽ അലങ്കൃതമായിട്ട് തിളങ്ങുന്ന പെൺകിടാങ്ങളും കുട്ടികളെല്ലാം താളുമെല്ലായിട്ടെല്ലാം വരുമല്ലോ. ദീപോപഹാരങ്ങളെല്ലായിട്ട് മംഗള വസ്തുക്കളെല്ലാം കൂടിയിട്ട് അവർ കൈമേൽ മംഗള വസ്തുക്കളെല്ലാം കൂടിയിട്ട് ആനയിച്ചു കൊണ്ടാണ് രാജാവിനെ കൊണ്ടുപോകുന്നത്. ശംഖധ്വനിയുണ്ട്, വാദ്യഘോഷങ്ങളുണ്ട്, പുരോഹിതന്മാർ മന്ത്രോച്ചാരണം എല്ലാം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് രാജഭവനത്തിലേക്ക് അദ്ദേഹം പ്രവേശിച്ചത്. 6 കീർത്തിമാനായ അദ്ദേഹത്തെ അതാതിടത്ത് വെച്ച്, അപ്പം വരുന്ന വഴികളിൽ അതാതിടത്ത് വെച്ച് ബഹുജനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, ആരാധിച്ച്. അദ്ദേഹം സന്തോഷത്തോടെ, അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമെല്ലാം തോന്നി. അവരവർക്ക് അർഹിക്കുന്ന തരത്തിൽ തിരിച്ചും നൽകി. അവരെയെല്ലാം ബഹുമാനിച്ചു, ആദരിച്ചു. അവരവർക്ക് അനുസരിച്ച യോഗ്യത അനുസരിച്ചു. 7 ദോഷമില്ലാത്ത കർമ്മങ്ങളോടുകൂടി. അപ്പം ദോഷമൊന്നും ചെയ്യാത്ത കർമ്മങ്ങൾ, അദ്ദേഹം നാട്ടിന് ദോഷമൊന്നും ചെയ്യാത്ത തരത്തിലുള്ള രാജാവെന്ന നിലയിൽ ഗുണവാനായിട്ട് പൂജ്യനുമായ അദ്ദേഹം, ഗുണവാനും പൂജ്യനുമായ അദ്ദേഹം അനവധി പ്രവൃത്തികൾ ചെയ്തുകൊണ്ട്, ഒരു രാജാവ് ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്തുകൊണ്ട് ഭൂമണ്ഡലത്തെ യാതെ ഭരിച്ചു. ഭൂമണ്ഡലത്തെ എന്ന് പറഞ്ഞാൽ ഈ 14 ലോകങ്ങളും ഭരിച്ചമാരെയാണ്. ഈ ലോകത്തിലുള്ള രാജാക്കന്മാരെ എല്ലാം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷം രാജാതിരാജൻ എന്ന് വേണ്ടി പറയാം. ഇവിടെയുള്ള എല്ലാ രാജാക്കന്മാരെയും അതാത് കാലങ്ങളിൽ രാജാക്കന്മാരോടുകൂടിയാണല്ലോ ജനങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഏതൊരു സ്ഥലത്തും ആരെങ്കിലും ഒരു തലവനുണ്ടാവും. കുറേ ജനങ്ങളുണ്ടെങ്കിൽ അവർക്കൊരു നേതാവ് ഉണ്ടാവും. രാജാവാണ് ആ തരത്തിൽ, അല്ലെങ്കിൽ ഭരണാധികാരിയാണ്, പ്രസിഡന്റോ എന്തോ ആകാം. അങ്ങനെയുള്ള രാജാക്കന്മാരെ അതാത് കാലങ്ങളിൽ ജനിക്കുന്നതിനും അവരെ പ്രതിഷ്ഠിക്കുന്നതിനും പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിവിശേഷമായിട്ട് ഈ പൃഥ്വിനെ കാണണം. അപ്പോൾ അദ്ദേഹം ഭരിക്കുന്ന എവിടെയാണ്? 14 ലോകങ്ങളിൽ തന്നെയാണ് ഭരിക്കുന്നത് ആ ശക്തിവിശേഷം. ഇനി 8 അപ്പം സൂതൻ ശൗനകനോട് പറയുകയാണ്. അപ്പം ഇത് അതേ സൂതൻ ശൗനകനോട് പറയുകയാണ്. ആരെ കഥ വെച്ചിട്ടാണ് പറയുന്നത്? ആര് പറയുന്നവന്? മൈത്രേയൻ അങ്ങനെ വിവരിച്ചപ്പോൾ. അപ്പം ഈ സൂതനെ ഒന്നും മറന്നുപോലെന്ന് പറയാണ്. തുടങ്ങുന്ന ഏത് സ്ഥലത്തു നിന്നാണ്? ഒരാളെ പേര് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവിടെ മൈത്രേയനാണ്. ഇപ്പോൾ മൈത്രേയൻ ഇങ്ങനെ വിവരിച്ചപ്പോൾ മൈത്രേയൻ ആരോടാണ് പറയുന്നത്? വിതുരരോടാണ്. അന്ന് മറന്നുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. വിതുരർ മൈത്രേയ മുനിയോട് പറഞ്ഞു. 9 വിതുരർ ചോദിക്കുകയാണ്, ബ്രാഹ്മണരാൽ പട്ടാഭിഷേകം നടത്തപ്പെട്ട സമസ്ത ബഹുമതിയോടുകൂടി. അപ്പം ബ്രാഹ്മണരാണ് അദ്ദേഹത്തെ പട്ടാഭിഷേകം നടത്തുന്നത്. ബ്രാഹ്മണർ എന്ന് പറയുന്നത് നമ്മൾ
ഇപ്പോഴുള്ള ഭരണത്തിൻ്റെ കാര്യത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാലും മന്ത്രിസഭയുണ്ട്. ഒരു മന്ത്രിസഭയുടെ തലപ്പത്തായിട്ടാണ് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാം വരിക. ആ മന്ത്രിസഭയാണ് നിയമപരമായ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ട് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഉപദേശിക്കുന്നതാണ് ഈ മന്ത്രിസഭ എന്ന തത്വം. അവര് ബുദ്ധിപരമായിട്ട് ഓരോ വിഷയങ്ങളെല്ലാം കൈകാര്യം ചെയ്തിട്ട് അതിൻ്റെ തലപ്പത്താണ് രാജാവ്. ഇപ്പം മന്ത്രിസഭ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിപരമായ ഉപദേശങ്ങൾ രാജാവിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് കാലത്തെ രാജാവിനെ ഉപദേശിക്കാൻ ചില ബുദ്ധിയുള്ള ആൾക്കാർ, രാജാവ് എന്ന് പറയുന്നത് ക്ഷത്രിയ സ്വഭാവമാണ്, നയിക്കാൻ കഴിവുള്ളവനാണ്, അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല. പക്ഷെ വേണ്ട ബുദ്ധി കൊടുക്കുന്നത് ആരാണ്? ബ്രാഹ്മണരാണ്. അവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. പക്ഷെ ബുദ്ധിയുള്ളവർക്കൊരു കുഴപ്പമുണ്ട്, അവർക്ക് രാജ്യം ഭരിക്കാനൊന്നും പറ്റില്ല. കാരണം അതിനുള്ള ക്ഷത്രിയ സ്വഭാവമൊന്നും ഉണ്ടാവില്ല. രാജ്യം ഭരിക്കണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു കഴിവെല്ലാം വേണം. ബുദ്ധിമാന്മാരാടി ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ അപ്പോൾ ഇട്ട് അതിന് പോകും. അപ്പം ബുദ്ധിമാന്മാർക്ക് ഉപദേശിക്കാനേ പറ്റും, അല്ലാതെ നടപ്പാക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ബ്രാഹ്മണരാണ് ചിന്തിച്ച് നമ്മളെ ഈ ലോകത്തെ നയിക്കുവാൻ കഴിവുള്ള വ്യക്തി ആരാണെന്ന് കണ്ടെത്തിയിട്ട് അയാളെ രാജാവാക്കുന്നത്. അതുകൊണ്ടാണ് ബ്രാഹ്മണർ, അത് ബുദ്ധിയുള്ളവരാണ് ചിന്തിച്ചിട്ട്. ഇപ്പം നമ്മൾ ഒരു ഗ്രൂപ്പിൻ്റെ തലവനായിട്ട് വെക്കണ്ടെങ്കിലും അവിടെയുള്ള ചില ആൾക്കാരെല്ലാം ചിന്തിക്കാൻ കഴിവുള്ളവരെല്ലാം പറയാം, ഇന്നാൾ കൊള്ളാം, നമ്മളെ നയിക്കാൻ ഇവനാണ് കൊള്ളാവുന്നത്. അപ്പം ബുദ്ധിയുള്ളവരാണ് സജസ്റ്റ് ചെയ്യുക, നമുക്ക് ഇവനെ പിടിച്ചിട്ട് നമ്മളെ നയിക്കാൻ അതിനുള്ള കഴിവ് ഇവനുണ്ട്. അപ്പം രാജാവിനെ ബുദ്ധിയുള്ളവരാണ്. അപ്പം ബുദ്ധിയുള്ള ആൾക്കാരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത്. അതായത് ജനനം കൊണ്ടൊന്നും കിട്ടില്ല. ബ്രാഹ്മണരാൽ പട്ടാഭിഷേകം നടത്തപ്പെട്ട സമസ്ത ബഹുമതികളോടും കൂടി ഭൂമിയെ ദോഹനം ചെയ്യുന്ന പൃഥ്വി ചക്രവർത്തി പിന്നെ എന്ത് ചെയ്തു എന്നാണ് വിതുരര് ചോദിക്കുന്നത്. എൻ്റെ 10 വിതുരര് പറയുകയാണ്, സർവഭൂപതിമാരോടും പാലകരോടും കൂടി ഭൂമിയെ ഭരിക്കുന്ന, ഈ ഭൂമിയെ ഭരിക്കുന്നതാണ്. ഭൂമി എന്ന ഗോളത്തെ ഭരിക്കുന്നത്. ഭൂമിയിലാണല്ലോ മനുഷ്യരുള്ളത്. അപ്പം രാജാക്കന്മാരെല്ലാം ഭൂമിയിലാണുള്ളത്. ഇങ്ങനെ ഭൂമി എത്രയുണ്ട്, ആകാശത്തിൽ എത്രയോ സൂര്യന്മാരുണ്ട്, അവർക്കെല്ലാം ഭൂമികളുണ്ടാവും. അപ്പം ഇതെല്ലാം ഭൂമിയെ ഭരിക്കുമെന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും ലോകത്തിൻ്റെയും രാജാവായി വർത്തിക്കുന്ന പൃഥ്വി ചക്രവർത്തിയാണ്. അപ്പം സർവഭൂപതിമാരോടും പാലകരോടും കൂടി ഭൂമിയെ ഭരിക്കുന്ന പൃഥ്വി ചക്രവർത്തിയുടെ വിശേഷണങ്ങൾ ആരാണ് ശ്രമിക്കാത്തത്? വിതുരർ പറയാണ്. അത് എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളെ പറ്റിയെല്ലാം തുടർന്നും പറഞ്ഞ് തന്നാൽ. അപ്പോൾ മൈത്രേയൻ പറയുകയാണ് 11. ഇപ്പം 11 മൈത്രേയൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗംഗക്കും യമുനക്കും ഇടയിലുള്ള ഭൂമിയിൽ താമസിച്ചുകൊണ്ട്, ഗംഗക്കും യമുനക്കും നടുവിലുള്ള ഭൂമിയിൽ താമസിച്ചുകൊണ്ട്, ഇവിടെ ഗംഗാ നദി യമുനാ നദി എന്നെല്ലാം പറയുമ്പോൾ ഈ നദിയായിട്ട് മാത്രം കാണരുത്. പ്രപഞ്ചത്തിൻ്റെ അകത്തും ഇത്തരം നദികളെല്ലാം ഉണ്ട്. ഈ പ്രപഞ്ചം ഒരു 27-14 ലോകമെടുത്താൽ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വെച്ച് ഇന്ന് കഥയാവുമ്പോൾ ഏതൊക്കെ ഒരു സ്ഥലം പറയുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഗംഗയും യമുനേൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലം തന്നെ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. കഥയാണല്ലോ, കഥയിൽ ചോദ്യമില്ല. താമസിച്ചുകൊണ്ട് പൂർവകർമ്മ ഫലങ്ങളായ ലോകസുഖങ്ങളിൽ, അപ്പം രാജാവാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സുഖങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. അതിൻ്റെ കൂടെ നല്ല ഭക്ഷണമെല്ലാം കിട്ടുമല്ലോ. രാജാവായിരിക്കുമ്പോൾ പട്ടിണി അടക്കാൻ പറ്റും. നല്ല ഭക്ഷണങ്ങളെല്ലാം കിട്ടും, സുഖം കിട്ടും, കെട്ടാരം കിട്ടും, നല്ല ഇതെല്ലാം കിട്ടും, പരിചരണം എല്ലാം കിട്ടും. പക്ഷെ അദ്ദേഹം എങ്ങനെയാണത്? പൂർവകർമ്മ ഫലങ്ങളായ ലോകസുഖങ്ങളെ മാത്രം അനുഭവിച്ച് അവസാനിപ്പിക്കുവാനായി അനുഭവിച്ചു. അപ്പം അവയൊന്നും നമ്മുടെ പണ്ട് ചെയ്ത കർമ്മങ്ങളുടെ ഫലമായിട്ട് കിട്ടുന്നതിനെ മാത്രം അദ്ദേഹം അനുഭവിച്ചു. അല്ലാതെ അദ്ദേഹത്തിനായിക്കൊണ്ട് എന്തെങ്കിലും ചെയ്തിട്ട് അതിൽ നിന്ന് ഫലം എടുത്തിട്ടില്ല. അങ്ങേരുടെ പ്രവൃത്തി കൊണ്ട്, ഈ ജന്മത്തിലെ പ്രവൃത്തി കൊണ്ട് അദ്ദേഹം ഒരു സുഖവും ഏറ്റെടുത്തിട്ടില്ല. അപ്പം രാജാക്കന്മാർക്കുള്ള നിർദ്ദേശമാണ്, രാജാവായതിൻ്റെ ശേഷമുള്ള പ്രവൃത്തികളിലൂടെ കിട്ടുന്ന സുഖമൊന്നും അനുഭവിക്കരുത്. പൂർവജന്മങ്ങളിൽ കിട്ടിയ വല്ല സുഖം ഉണ്ടെങ്കിൽ
അതുമാത്രം അനുഭവിച്ചുകൊണ്ടാണ്, അല്ലാതെ അങ്ങേരൊക്കെ പ്രവൃത്തി കൊണ്ടുള്ള ഒരു ഫലവും അങ്ങേരെ അനുഭവിക്കാൻ തയ്യാറല്ല. പൂർവജന്മ കർമ്മഫലമായിട്ട് വല്ലതും കിട്ടിയിട്ടുണ്ട്, അത് അനുഭവം ഈ സീറ്റ് കിട്ടിയത്. ആ നിലയിൽ അദ്ദേഹം അതിനെ കണ്ടുകൊണ്ട് അത് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 12 പറയുക, 7 ദ്വീപുകൾക്ക് പൊതുവായ 7 ലോകങ്ങൾക്ക് പൊതുവായെന്ന് പറഞ്ഞാൽ ഈ 14 ലോകങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഈ 14 ലോകത്തെ അടക്കുകയാളുന്ന ചക്രവർത്തിയാണ്. അപ്പോൾ ഒരു മനുഷ്യനല്ല. നമ്മളെ മനുഷ്യരാരാവായിട്ടൊന്നും ഇദ്ദേഹത്തെ ജനിച്ചതായിട്ടൊന്നും കാണരുത്. ഈ 14 ലോകങ്ങൾക്ക്, ഈ 7 ദ്വീപുകൾക്ക് പൊതുവായ ഒറ്റ ചെങ്കോൽ ധരിച്ചുകൊണ്ട്, അതിനെല്ലാം ഭരിക്കുന്ന ചെക്കോൽ എന്ന് പറഞ്ഞാൽ അധികാരത്തിന്റെ ആ ചിഹ്നം, അതും ധരിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ 7 ലോകങ്ങളെയും ഭരിക്കുന്ന ചക്രവർത്തിയാണ്. അതായത് ഇവിടെ ഏതെല്ലാം അദ്ദേഹമാണ് ഓരോ കാലഘട്ടങ്ങളിൽ ഈ നാട്ടിലെ രാജാക്കന്മാരെ സൃഷ്ടിക്കുകയും അവരെ ആ പൊസിഷനിലേക്ക് എത്തിക്കുകയെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ബ്രാഹ്മണ സമുദായത്തെ ഒഴിവാക്കിയും വൈഷ്ണവ സമ്പ്രദായങ്ങളെ ഒഴിവാക്കിയും, അപ്പം ബ്രാഹ്മണരെ പോലെയുള്ളവരെ ഒഴിവാക്കി. കാരണം ബ്രാഹ്മണർ എന്ന് പറയുന്നത് ചിന്തകരന്മാരാണ്, ശാസ്ത്രജ്ഞന്മാരാണ്, ലോകരഹസ്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ്. അവരുടെ കാര്യത്തിൽ രാജാവ് ഒരിക്കലും തലയിടില്ല. കാരണം അവരേതോ ലോകത്തിൽ ശാസ്ത്ര ഗവേഷണത്തിൽ മുഴുകിയിരുന്നവർക്ക് അതിനുള്ള ഫുൾ ഫ്രീഡം കൊടുക്കും. കാരണം ലോക കാര്യങ്ങൾ പഠിക്കാനുള്ള ശാസ്ത്രജ്ഞന്മാരെ, ചിന്തകരെ അദ്ദേഹം ഒഴിവാക്കും. അവർ ഏതോ ലോകത്താണ്, അവരുടേതായ ഗവേഷണവും ചിന്താഗതികളും എല്ലാം ആയിട്ട് അങ്ങ് പോകുന്നവരെയാണ്. അവരെ ഒഴിവാക്കിയിട്ട് സാധാരണ ജനങ്ങളെ, മറ്റുള്ളവിടത്തെല്ലാം കർശനമായ കൽപ്പനകളെ തെറ്റാതെ നടത്തിപ്പോരുന്ന ഭരണാധികാരിയായിട്ട് വാണു. ബാക്കി എല്ലാവർക്കും നിയമങ്ങളെ വെച്ചുകൊണ്ട് അദ്ദേഹം വാണു എന്ന് പറയുകയാണ്. ബാക്കി എല്ലാവർക്കും നിയമങ്ങൾ ബാധകമാണ്. അവരെല്ലാം കർമ്മം ചെയ്യാനാണ്, ലോക പുരോഗതിക്കായിട്ട് കർമ്മം ചെയ്യാണ്. പക്ഷേ ശാസ്ത്രജ്ഞന്മാരും കർമ്മം ചെയ്യാനാണ്. പക്ഷെ അവർ ഊണും ഉറക്കും ഭക്ഷണവും ഒന്നും എല്ലാം ഉപേക്ഷിച്ചിട്ട് ജ്ഞാനം നേടാൻ ശ്രമിക്കുന്നവരാണ് ബ്രാഹ്മണരും എല്ലാം. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമാന്മാരെ നമ്മൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ശാസ്ത്രജ്ഞന്മാരെയും ചിന്തകരെയെല്ലാം അവർക്ക് ഫുൾ ഫ്രീഡമാണ്. കാരണം അവർ ഒരു സാധാരണ ജോലി ചെയ്യുന്നവരെ പോലെയല്ല അവരെ കാണേണ്ടത്. ബാക്കിയുള്ളവരെല്ലാം ജോലി ചെയ്ത് പോകുന്ന മാതിരിയല്ല അവര് പുതിയ ഗവേഷണത്തിൽ മുഴുകിയിരിക്കുന്നത്. അവർക്ക് സമയമില്ല. അവർ ചിലപ്പോൾ ഭക്ഷണവും കഴിക്കില്ല. സാധാരണ ജോലിക്കാരിലാണെങ്കിൽ 1 മണിയാകുമ്പോൾ അതിൻ്റെ ഭക്ഷണം കഴിക്കേണ്ട സമയം എന്ന് വെച്ചാൽ എല്ലാവരും ഇട്ടിട്ട് പോകും. 2 മണിയാകുമ്പോൾ വരും. പക്ഷേ ശാസ്ത്രജ്ഞന്മാരങ്ങനെയല്ല. അവർക്ക് രാവിലെയില്ല, പകലില്ല, ഒന്നുമില്ല. പിന്നെ അവരുടെ അടുത്ത് കൊണ്ട് ഈ നിയമങ്ങളൊന്നും നടപ്പാക്കാൻ പാടില്ല. അപ്പം അവരെ ഒഴിവാക്കണം. അവരെ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി എല്ലാവർക്കും കർശനമായ നിയമങ്ങൾ നടപ്പാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഭരിച്ചത്. എന്നിട്ട് 13 പറയാണ്, ഒരിക്കൽ ഒരു മഹാസത്രം എന്ന ഒരു യജ്ഞകർമ്മം അനുഷ്ഠിച്ചു. അതെന്തിനു വേണ്ടിയിട്ട്? പണ്ഡിതന്മാരെയെല്ലാം വിളിച്ചുകൊണ്ട് നടത്തുന്നതിനാണ്. അത് ദേവന്മാരുടെയും ബ്രഹ്മർഷിമാരുടെയും എല്ലാം സമ്മേളിത സഭയായിരുന്നു. മഹർഷിമാരുടെ എല്ലാം സമ്മേളിക്കുന്ന ഒരു സഭയായിരുന്നു. അതിൽ 14 പറയുന്നു, അതിൽ എല്ലാവരും യോഗ്യത അനുസരിച്ച് സംപൂജ്യരായിരിക്കെ ഓരോ ആൾക്കും അവരവരുടെ യോഗ്യതക്കനുസരിച്ച് പണ്ഡിതന്മാരും ഋഷിമാരും എല്ലാം രാജർഷിമാരും എല്ലാം അണിനേർന്ന ഒരു സഭയില്, മഹാസത്രത്തില് അദ്ദേഹം വന്നപ്പോൾ നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ പൃഥ്വി ചക്രവർത്തി പ്രത്യക്ഷപ്പെട്ട് എഴുന്നേറ്റു. ഇപ്പൊ നക്ഷത്രങ്ങളുടെ ഇടയ്ക്ക് ചന്ദ്രൻ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെയാണ് ആ സമ്മേളനത്തില് പൃഥ്വി ചക്രവർത്തിയെ എഴുന്നേറ്റ് നിന്നപ്പോൾ ജനം ശ്രദ്ധിച്ചത്. അപ്പൊ ഇനി അദ്ദേഹത്തിന്റെ വർണ്ണനയാണ്. പാണ്ഡ്യ 16-17 ദീർഘകായകൻ, തടിച്ചു നീണ്ട കൈകള്, രക്തപ്രസാദമുള്ള വെളുത്ത നിറം മാത്രമല്ല രക്തപ്രസാദമുള്ള ചെന്താമരക്കൊത്ത അരുണ നേത്രങ്ങള്,
അഴകാർന്ന നാസിക, ശോഭനമായ മുഖം, പ്രശാന്തനാണ്, തടിച്ച തോളോടുകൂടിയവനാണ്, സുന്ദര ദന്തനിരകളുണ്ട്, നല്ല മന്ദഹാസത്തോടുകൂടി, വിരിഞ്ഞ മാറിടാണ്, ആലിലക്കൊത്ത ഉദരം, നീർച്ചൊഴിക്കൊത്ത നാഭി, പൊന്നൊഴിയുള്ള തുടകൾ, ഉന്നതാഗ്രങ്ങളുള്ള പാദങ്ങൾ, നല്ല ചുരുണ്ട തലമുടി, നല്ല നേർത്ത ചുരുണ്ട തലമുടി എന്നാ പറയുന്നത്, ശംഖ് പോലെയുള്ള കഴുത്ത്, വില കൂടിയ പട്ടെല്ലാം ധരിച്ചിട്ട് ഉത്തരീയമിട്ട് സർവാംഗ കാന്തിയോടെ പവിത്രം കയ്യിലുണ്ട്, അതേ ശോഭാസമ്പന്നനും കൃത്യകൃത്യനുമായിരുന്നു എന്ന് പറയുകയാണ്. ഇനി 19 മുതൽ 20 വരെ. ഇവിടെ 19-20 പറയുന്നത് കുളിർമയും സ്നേഹ തെളിവുമുള്ള നേത്രത്തോടെ. അപ്പോൾ അദ്ദേഹം നോക്കുന്നത് കുളിർമയുള്ള, അതായത് ഒരു കോപിഷ്ടന്റെ ഒരു രാജാവ് എന്നെല്ലാം പറയുമ്പോൾ ആ ഗാംഭീര്യമായ നോട്ടത്തിലൊന്നും കാര്യമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കണം, ശാന്തമായ, അതായത് സ്നേഹ തെളിമയുള്ള നേത്രത്തോടെ. എല്ലാവരും സ്നേഹത്തോടു കൂടി തന്നെയാണ് രാജാവ് നോക്കുന്നത്. എന്ത് ചെയ്തു? രാജാവ് ചുറ്റും നോക്കി. എന്നിട്ട് സദസ്സിനെ കോൾമയർ കൊള്ളിച്ചുകൊണ്ട്, നമ്മളെന്തൊക്കെ പറയുമ്പോൾ എല്ലാവരും കേൾക്കാൻ നിർബന്ധിതരായ മാതിരി ആകരുത്. കേൾക്കുമ്പോൾ എല്ലാവർക്കും അതിലൊരു കോൾമയർ കൊള്ളണം, അതിൽ താല്പര്യമുണ്ടാകണം. അത് പറയാൻ കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന തരത്തിലുള്ള ഒരു പ്രഭാഷണമായിരിക്കണം. ഭംഗി വാക്കുകളോടെയും നല്ല ഭംഗിയുള്ള വാക്കുകളോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപശബ്ദമില്ലാതെയും. പക്ഷേ പറയുമ്പോൾ അപശബ്ദങ്ങളൊന്നും വന്നു പോകരുത്. ശുദ്ധമായിരിക്കണം. പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാകുന്ന വളച്ചുകെട്ടിയുള്ള പരിപാടിയൊന്നും പാടില്ല. ശുദ്ധമായ കാര്യങ്ങൾ ആശയഗംഭീര്യവുമായി, ആശയമുള്ള വാക്കുകൾ ഗംഭീര്യമായിട്ട് പറയണം, ഗാംഭീര്യത്തോടു കൂടി പറയണം. ഉലച്ചിലില്ലാതെ പറയുമ്പോൾ വിക്കുമാതിരി ഉലച്ചിലൊന്നും ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അതേ 21 പറയാണ്, സഭാവാസികളെ കേൾക്കുക. ഇവിടെ വന്ന സജ്ജനങ്ങൾക്കെല്ലാം ഭാവുകം. അവിടെ വന്നിരിക്കുന്നത് വലിയ പണ്ഡിതന്മാരെല്ലാം അതുകൊണ്ട് എല്ലാവർക്കും ഭാവുകം. ധർമ്മതത്വത്തെ അറിയുവാൻ ആഗ്രഹിക്കുന്നവർക്കായി, നിങ്ങളെല്ലാം വന്നിരിക്കുന്ന ധർമ്മതത്വങ്ങളെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടവർക്ക്, അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. രാജാവെന്ന നിലയിൽ ധർമ്മോപദേശം അല്ലാത്ത നിലയിൽ പറയുകയാണ്. ഞാൻ ആരെങ്കിലും ഉപദേശിക്കാൻ വേണ്ടി പറയുന്നതൊന്നുമല്ല. നിങ്ങൾക്കെല്ലാം ധർമ്മം ഉപദേശിച്ച് കളയാം എന്ന നിലയിലൊന്നും പറയില്ല. ധർമ്മം അറിയണം എന്നുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാകാൻ താല്പര്യമുണ്ടെങ്കിൽ, എന്നിൽ നിന്ന് വല്ലതും ഉണ്ടെങ്കിൽ അത് കേട്ടുകൊള്ളൂ എന്ന നിലയിലാണ് ഞാൻ പറയുന്നത്. എല്ലാവരെയും ആരെയും ഉപദേശിക്കാനൊന്നുമല്ല ഞാൻ പറയുന്നത്. എന്നിട്ട് 22 പറയുകയാണ്, ഞാൻ പ്രജകളുടെ ശാസകനും, പ്രജകളെ ഭരിക്കാനാണ്, ശാസിച്ച് ഭരിക്കുവാൻ വേണ്ടിയാണ് എന്നെ നിയമിച്ചിരിക്കുന്നത്. രക്ഷകരാണ്, പ്രജകളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ശാസകനാണ്, രക്ഷകനാണ്, ഉപജീവന ദാതാവും, ജീവിക്കാനുള്ള വഴികൾ കണ്ടെത്തി നൽകുകയാണ്. എല്ലാവർക്കും തൊഴിൽ കൊടുക്കും, ചെയ്യേണ്ടത്തോടെ അവരവർക്കൊത്ത തൊഴിലുകളും ആ തൊഴിലിനുള്ള ജീവിക്കാനുള്ള അതിനുള്ള ശമ്പളം എന്താണ് അതെല്ലാം വഴികളും കണ്ടെത്തി കൊടുക്കും. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയുടെ ജോലിയാണ് അവിടെയുള്ള എല്ലാവർക്കും തൊഴിൽ കണ്ടെത്തി കൊടുക്കുക. നമ്മളിന്ന് തൊഴിൽ അന്വേഷിച്ച് കാല് പിടിച്ച് നടക്കുകയാണ്. അതല്ല വേണ്ടത്. ഭരണാധികാരികളെ നാട്ടിൽ എത്ര പേരുണ്ട്, എത്ര തൊഴിലില്ലാത്തവരുണ്ട്, അവരുടെ തൊഴിൽ കണ്ടെത്തി കൊടുക്കുവാൻ വേണ്ടിയുള്ള സംരംഭങ്ങൾ തുടങ്ങിയിട്ട് അവരെ കണ്ടെത്തി തൊഴിൽ കൊടുക്കുകയാണ് ഭരണാധികാരിയുടെ തൊഴിൽ.
ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെടുത്തുനിന്ന് പണിയില്ലാത്തവരടുത്തൊന്നും ഫീസ് വാങ്ങും, അപ്ലൈ ചെയ്യുന്നതിന് ഫീസ്. ഇതല്ല വേണ്ടത്. ഭരണാധികാരികൾ ജനത്തിന്, നാട്ടിൽ എത്ര ജനമുണ്ടെന്ന് എന്താ കണക്കാക്കില്ലേ? തൊഴിലില്ലാത്തവർ എത്ര പേരുണ്ടെന്ന് അറിയില്ല, എന്തെല്ലാം പഠിച്ചിട്ടുണ്ടെന്ന്, അവർക്ക് പറ്റിയ ജോലി എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനുള്ള സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് ജോലി കൊടുക്കണം. ഇതാണ് ഭരണാധികാരി വേണ്ടത്. അപ്പം ഉപജീവനദാതാവും അവരവർക്കുള്ള ധർമ്മ മര്യാദകളാൽ അവരെ വെവ്വേറെ മാറ്റി നിർത്തുന്നവനുമായ രാജാവായി, ഓരോ ആൾക്കും ഓരോ ധർമ്മങ്ങളാണുള്ളത്. ഓരോ ആൾക്കും ഓരോ ധർമ്മം എന്ന് പറഞ്ഞാൽ അവർ കർമ്മം ചെയ്യേണ്ട കർമ്മം എന്താണ്, അവർക്ക് എന്താണ് ലക്ഷ്യം. അപ്പം പല ആൾക്കാർക്ക് പല ധർമ്മങ്ങളാണ് വീതിച്ചു കൊടുക്കുന്നത്, തൊഴിൽ വീതിച്ചു കൊടുക്കുകയാണ്. അവരുടെ ധർമ്മം ഓരോ ആൾക്ക് ശുചീകരണമാണെങ്കിലും ഒരാൾക്ക് ചികിത്സയായിരിക്കും, ഒരാൾക്ക് കൃഷിയായിരിക്കും. അപ്പോൾ അവരവരുടെ ധർമ്മങ്ങൾക്കനുസരിച്ച് ധർമ്മ മര്യാദകളാൽ അവരെ വെവ്വേറെ മാറ്റി നിർത്തി ഓരോ ആൾക്കും അവരുടെ കഴിവിനനുസരിച്ചുള്ള, അവരെ ഉപയോഗിച്ചാൽ എന്താണ് ഫലം കൂടുതൽ കിട്ടുക അത് കണ്ടെത്തി അവരെ വേർതിരിച്ച് മാറ്റുന്ന രാജാവായി ഇവിടെ നിയമിതനായിരിക്കുന്നു. എന്നെ നിയമിച്ചിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളെ ശാസിക്കാൻ, നിങ്ങൾക്ക് ഉപജീവന മാർഗങ്ങളിൽ ഉണ്ടാക്കിത്തരാൻ. അതിനായിക്കൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്തമായ ധർമ്മത്തിനനുസരിച്ചുള്ള കർമ്മങ്ങളെ അടിസ്ഥാനത്തിൽ നിങ്ങളെ പലതായി തിരിച്ചുകൊണ്ട് വിഭജിച്ചുകൊണ്ട്, അതായത് പല വിഭാഗങ്ങളെ ജോലിയിൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നുണ്ട്, ഡോക്ടർ എന്നുണ്ട്, എഞ്ചിനീയർ, ഇങ്ങനെയെല്ലാം ഉണ്ടല്ലോ. അതെല്ലാം വീതിച്ചുകൊണ്ട് പലതായി ജനങ്ങളെ തിരിച്ചുകൊണ്ട് നിങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകുന്ന രാജാവായി ഇവിടെ എന്നെ നിയമിച്ചിരിക്കുകയാണ്. 23 പൂർവകർമ്മങ്ങൾക്ക് സാക്ഷിയായ ഈശ്വരൻ, ഇപ്പോൾ പൂർവത്തിൽ നടന്ന എല്ലാ കർമ്മങ്ങൾക്കും സാക്ഷിയായിട്ട്, ഇവിടെ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുന്നുണ്ടോ അതിനെല്ലാം സാക്ഷിയായിട്ട് ഒരു ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ നിശ്ചയിച്ച കർമ്മങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നത്. ആ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ഓരോ ആളെയും നിയമിക്കുന്നത്. അതിനായിട്ട് രാജ്യങ്ങളുടെ എല്ലാ രാജാക്കന്മാരെയും നിയമിക്കുവാനും അവരെ നയിക്കുവാനും ഉള്ള ഒരു ശക്തി വിശേഷമായിട്ടാണ്, ലോകത്തിൻ്റെ രാജാവായിട്ടാണ് ഇദ്ദേഹത്തെയും നിയമിച്ചിരിക്കുന്നത്. അതിനെല്ലാം സാക്ഷിയാണ് ഈശ്വരൻ. യാതൊരാളുടെ നേരെ സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു ഈശ്വരനെ സന്തോഷിപ്പിക്കുകയാണ് ആരുടെയെല്ലാം ലക്ഷ്യം, എല്ലാവരുടെയും ലക്ഷ്യം. അപ്പൊ ഈ രാജാവിൻ്റെയും ഈ പൃഥ്വിൻ്റെയും ലക്ഷ്യം എന്താണ്? യാതൊരാളുടെ നേരെ സന്തോഷിക്കും. അപ്പൊ ഈ രാജാവിൻ്റെ നേരെ ആ ഈശ്വരൻ സന്തോഷിക്കണം. ആ വേദജ്ഞന്, അപ്പൊ അവർ ഏത് തരത്തിലാണ് കർമ്മം ചെയ്യേണ്ടത്? വേദങ്ങളിൽ പറയുന്ന ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതോതോ ലോകങ്ങളെയാണോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ വാക്കും ഓരോ ലോകങ്ങളെ പറഞ്ഞു വെച്ചാണ് നിയമിച്ചിരിക്കുന്നത്. പൃഥ്വിനാണെങ്കിൽ ഈ 7 ലോകത്തിൻ്റെയും രാജാവ് എന്ന നിലയിലാണ് നിയമിച്ചിരിക്കുന്നത്. എന്നിട്ട് ആ ലോകങ്ങളിൽ സർവകാമ സമ്പൂർത്തിക്കായി ആശ്രയഭൂതമായ ആ ലോകങ്ങൾ പ്രജാസംരക്ഷണാനുഷ്ഠാനത്താൽ എനിക്കുണ്ടാകും. അങ്ങനെ എനിക്ക് ഈ 7 ലോകങ്ങളുടെ അധിപനായിട്ട് നിയമിച്ചിട്ടുണ്ട്. ആ ഫലത്തിൻ്റെ ആ ഈശ്വരൻ സന്തോഷിച്ചാൽ എനിക്കെന്തുണ്ടാകും? അനുഗ്രഹമുണ്ടാകും. ഏതിലൂടെ? പ്രജാസംരക്ഷണാനുഷ്ഠാനത്താൽ, പ്രജകളെ സംരക്ഷിക്കുന്നതിനുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ, ഈ പ്രജകളെ എല്ലാം സംരക്ഷിച്ച് പരിപാലിക്കാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആ ഈശ്വരൻ എന്നിൽ എന്തുണ്ടാകും? പ്രസാദിക്കും, സന്തോഷിക്കും. 24 പറയുകയാണ്, ഏതൊരു രാജാവ് ധർമ്മകാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കാതെ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ധർമ്മങ്ങൾ എന്താണ്, ഓരോ ജനത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ്, അത് പറഞ്ഞ് അവരെ പഠിപ്പിക്കാത്ത രാജാവ്, അങ്ങനെയുള്ള രാജാക്കന്മാര് രാജഭോഗം പിരിച്ചെടുക്കുന്നുവോ, നികുതിയെല്ലാം പിരിച്ചുകൊണ്ട് അയാൾ സുഖിച്ചങ്ങ് നടക്കുകയാണെങ്കിൽ അയാൾ പ്രജകളുടെ പാപം മുഴുവൻ അയാളാണ് അനുഭവിക്കുക. ഇപ്പം രാജാവിൻ്റെ ധർമ്മം പ്രജകൾക്ക് മുഴുവൻ അവാത് ധർമ്മങ്ങൾ, അവർ എന്താണ് അനുഷ്ഠിക്കേണ്ടതായ ധർമ്മങ്ങൾ
ജോലികൾ അവരെ പറഞ്ഞ് ബോധിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അത് ചെയ്യാതെ ജനങ്ങളുടെ കാര്യത്തിൽ അവരെന്തോ ചെയ്യട്ടെ എന്ന് വെച്ച് വിട്ടിട്ട് അവരിൽ നിന്ന് എനിക്ക് ജീവിക്കാൻ കുറേ ടാക്സ് വേണമെന്നും പറഞ്ഞ് ടാക്സും പിരിച്ച് കിടക്കുന്ന ഭരണാധികാരികൾ ഈ ജനത്തിൻ്റെ എല്ലാം പാവം അയാളുടെ തലയിലാണ് വീഴുക. അതോടുകൂടി അയാളുടെ ഐശ്വര്യവും നഷ്ടപ്പെടും. ഇപ്പോൾ രാജാവ് എങ്ങനെ ഭരിക്കണമെന്നാണ് അദ്ദേഹം നിർദ്ദേശിക്കുന്നത്. രാജാവും പ്രജകളും ഏത് തരത്തിലാണ് ബന്ധം, ഇതെല്ലാം ലോകത്തിൻ്റെ ഒരു രാജാവ് എന്ന നിലയിൽ എല്ലാ രാജാക്കന്മാർക്കുമുള്ള നിർദ്ദേശം എന്ന നിലയിലാണ് ഇതിവിടെ അവതരിപ്പിക്കുന്നത്. 25 പറയാണ്, അതിനാൽ പ്രജകൾ എൻ്റെ, അതായത് രാജാവിൻ്റെ പരലോക ഗുണത്തിനായി, അതായത് എനിക്ക് രാജ്യഭരണമെല്ലാം കഴിഞ്ഞിട്ട് ഞാനെല്ലാം ഇത് വിട്ട് മതിയാക്കി പോകുമ്പോൾ മരിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥയിൽ ആ പരലോകത്തിലും നല്ല ഒരു സ്ഥാനം എനിക്ക് കിട്ടണമെങ്കിൽ ജനങ്ങൾ എന്ത് വേണം? ഈർഷ്യാദോഷങ്ങളൊന്നും ഇല്ലാത്തവരായി ജനങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് ഈർഷ്യ ദേഷ്യവും രാജാവിനോടും രാജ്യത്തോടും ജോലിയോടും ഒന്നും വെറുപ്പൊന്നും ഇല്ലാതെ ശ്രീ വാസുദേവനായിക്കൊണ്ട്, ആ ഈശ്വരനാണ് സാക്ഷി, ആ ഈശ്വരന് ലോകത്തെ ഈ ലോകങ്ങളെയെല്ലാം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നതിലൂടെ 4 യുഗങ്ങളിലൂടെ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ വേണ്ടി ആ ഈശ്വരൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അതിൽ ജനങ്ങളെ സൃഷ്ടിച്ചു. അവർക്കൊരു രാജാവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, രാജാവിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് പൃഥ്വിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ശക്തിയെ, അതെല്ലാം ഒരു ശക്തിയാണ്. അപ്പോൾ പ്രജകൾ എന്ത് ചെയ്യണം? ആ ഈശ്വരനായി വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യണം, അല്ലാതെ രാജാവിന് വേണ്ടിയിട്ടല്ല. ആ ശ്രീ വാസുദേവനായി കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കണം. രാജാവ് എല്ലാവർക്കും ജോലി വീതിച്ചു കൊടുക്കും, ഇന്ന ജോലി ചെയ്യണം, അവരെ രക്ഷകരായിട്ട് നിൽക്കുമ്പോൾ ജനങ്ങൾ വർക്ക് ചെയ്യേണ്ടത് ശ്രീ വാസുദേവൻ. ഇതെല്ലാത്തിൻ്റെ പിന്നിലുള്ളത് ആ ശ്രീ വാസുദേവനാണ്. ആ വാസുദേവന്റെ തീരുമാനം അനുസരിച്ചായിരിക്കണം, അദ്ദേഹത്തിന് വേണ്ടിയായിരിക്കണം കർമ്മങ്ങൾ, സ്വധർമ്മം അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ എനിക്കായിക്കൊണ്ട് അനുഗ്രഹം ചെയ്യപ്പെടും. അങ്ങനെ നിങ്ങൾ വാസുദേവന്റെ താല്പര്യത്തിന് വേണ്ടി കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വാസുദേവൻ എന്നോടും തൃപ്തിപ്പെടും. വാസുദേവൻ ഈ പൃഥ്വിയോട് തൃപ്തിപ്പെടുന്ന എപ്പോഴാണ്? ഈ രാജാവ് ഈ ജനങ്ങളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിച്ചിട്ട് എന്താണോ ശ്രീഹരി ലോക പുരോഗതിക്കായിട്ട് ഉദ്ദേശിക്കുന്നത് ആ കർമ്മത്തെ ഭംഗിയായി നടപ്പാക്കി കൊടുക്കുവാനാണ് പൃഥ്വിനെ അവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഇപ്പം ജനങ്ങൾ അവരുടെ കർമ്മം ഭംഗിയായി നിർവഹിച്ച് ലോക പുരോഗതി നേടുമ്പോൾ വാസുദേവന്റെ രാജാവോടും ബഹുമതി ഉണ്ടാകും. എന്നിട്ട് 26 പറയാണ്, നിർമ്മലരായ പിതൃക്കൾ, ദേവന്മാർ, ഋഷികൾ എന്നിവർ അതിനെ അനുമോദിക്കട്ടെ. അപ്പോൾ അവിടെ പൂർവികരായ അവരുമെല്ലാം നിർമ്മലമായ പിതൃക്കളുണ്ട്, മുൻപ് പോയവര്, ദേവന്മാര്, ഋഷികള് എന്നിവരെല്ലാം അതിനെ അനുമോദിക്കട്ടെ. ആ പ്രവർത്തികളെ, നടക്കുന്ന കാര്യങ്ങളെ, ആ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെ എല്ലാം അനുമോദിക്കും. അങ്ങനെ പരലോക ഫലം അനുഭവിക്കുന്നത്, അങ്ങനെ നമ്മൾ ഈ ജനങ്ങളെല്ലാം അനുഭവിക്കുന്ന പരലോക ഫലം ചെയ്തവരുമുണ്ട്. ചെയ്യുന്നതെന്നാണ് ജനങ്ങളാണ് ചെയ്യുന്നത്, ചെയ്യിക്കുന്നവരുമുണ്ട്, അതായത് രാജാവിനെ പോലെയുള്ള അവർക്കുമുണ്ട്, അനുമോദിച്ചവരുമുണ്ട്. എല്ലാവർക്കും ഒരുപോലെയാണ് ഈ ലോകത്തിലെ കർമ്മഫലം, എല്ലാവർക്കും ഒരുപോലെയാണ്. എല്ലാ രാജാവിന് പ്രത്യേകിച്ചൊന്നുമില്ല. ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും അതിനെ അനുമോദിക്കുന്നവർക്കും എല്ലാ ഫലം ഒന്ന് തന്നെയാണ്. ഇനി 27 പറയുന്നു, ചിലരുടെ അഭിപ്രായത്തിൽ യജ്ഞകർമ്മങ്ങളുടെ ഫലദാതാവായി ഒരാളുണ്ട്. ചിലവരുടെ അഭിപ്രായത്തിൽ ഈ യജ്ഞങ്ങൾ, നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങളുടെ എല്ലാം ഫലം നൽകുന്ന ഒരു കക്ഷിയുണ്ട്. അതാരാണ്? ഈശ്വരൻ, ആ പരമേശ്വരനാണ്. കാരണം ആ ശക്തിക്ക് വേണ്ടിയാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുന്ന, ഭൂരിപക്ഷം ജനം ചിന്തിക്കുന്ന എന്താണ്? രാജാവിന് വേണ്ടിയിട്ടാണ്. രാജാവിനെ നിയമിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഓരോ ധർമ്മം വീതിച്ചു കൊടുത്ത് ഇന്നിന്റെ ജോലി ഇന്നയാണെന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ വേണ്ടി മേസ്ത്രി എന്ന നിലയിലാണ് രാജാവിനെ വെച്ചിരിക്കുന്നത്. ചെയ്യേണ്ട കർമ്മമെല്ലാം ആര് തീരുമാനിച്ചതാണ്? ആ ശ്രീഹരി തീരുമാനിച്ച മതിയാണ്. അപ്പം അദ്ദേഹത്തിനായിട്ടാണ് കർമ്മം ചെയ്യേണ്ടത്. ഇത് ഒരു മേസ്ത്രി എന്ന നിലയിലെ
വരുന്നുള്ളൂ. ഒരാളുണ്ട്. പക്ഷേ നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ മുകളിലുള്ള മേസ്ത്രിക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നമ്മളെ മാനേജർക്ക് വേണ്ടിയാണ്. ഈ മാനേജർക്കൊന്നും വേണ്ടിയല്ല. ഈ മാനേജറെ സൃഷ്ടിച്ചതും രാജാവിനെ സൃഷ്ടിച്ചതും നമ്മളെല്ലാം സൃഷ്ടിച്ചതും ഒരു പ്ലാൻ അനുസരിച്ച് ആ ശക്തിവിശേഷമാണ്. ആ കർമ്മമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം അതിൻ്റെ ഇടക്ക് നോക്കാം, മേൽനോട്ടം വഹിക്കാൻ വേണ്ടി ഒരാളെ നിയമിച്ചു എന്നേയുള്ളൂ. അതിൽ കൂടുതലൊന്നും സ്ഥാനം ഇവർക്ക് ഇല്ല. അങ്ങനെ ധരിക്കുന്ന ചിലവരുണ്ട്. ഇഹലോക പരലോകങ്ങളിൽ നിലവിളിയാകുന്ന ഭോഗഭൂമികൾ ചിലയിടത്തായി മാത്രം കാണുന്നു. അപ്പോൾ ഈ ഇഹലോക പരലോകങ്ങളിൽ ഈ പരലോകം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സങ്കല്പത്തിൽ ഒരു ലോകമുണ്ട്. ഇവിടെ 2 ലോകമുണ്ട്, പരലോകവും ഇഹലോകവും. അത് ചിലർക്ക് അഭിപ്രായമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാം പ്രപഞ്ചത്തിന്റെ പിന്നിൽ, പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിവിശേഷമുണ്ട്, ബ്രഹ്മം. ആ ബ്രഹ്മത്തിന് പ്രപഞ്ചം ഉണ്ടാക്കുവാനുള്ളൊരു താല്പര്യമുണ്ടായപ്പോൾ, ഒരാഗ്രഹം ഉണ്ടായപ്പോൾ അതിൻ്റെ പേരാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ശ്രീഹരി, അല്ലെങ്കിൽ വാസുദേവൻ എന്നെല്ലാം പറയുന്നത്. അപ്പോൾ ആ ശക്തിവിശേഷം ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു. അതാണ് പരമാത്മാവ് എന്ന പ്ലാൻ. ആ പ്ലാൻ അനുസരിച്ച് ലോകം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അതിൽ കർമ്മം ചെയ്യാനാണ് മനുഷ്യരെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം ഈ മനുഷ്യരെല്ലാം നിയന്ത്രിക്കാൻ ആ പ്ലാനിൽ നിന്ന് വരുന്ന കുറേ പ്രേരക ശക്തികൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ലോകമാണ്, ആ പ്രേരക ശക്തികളാണ് നമ്മളായി മാറുന്നതും നമ്മളുടെ വസ്തുക്കളായി മാറുന്നതും കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന ലോകത്തിന് പുറമേ ആത്മാവും അവയെ നിയന്ത്രിക്കുന്ന ഇന്ദ്രൻ, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ എന്നീ കുറേ ബലങ്ങളുമുണ്ട്. ഇതെല്ലാം പ്ലാനിൽ നിന്ന് വന്ന പ്രേരക ശക്തികളാണ്. അങ്ങനെ ഒരു സങ്കല്പത്തിലൊരു ലോകമുണ്ട്. ആ സങ്കല്പത്തിലെ ലോകത്തിലെ രാജാക്കന്മാരെ, നമ്മൾ കാണുന്ന ലോകത്തിലെ രാജാക്കന്മാരെ അതാതിടത്ത് നിയമിക്കുന്നതിന് പിന്നിൽ പ്രേരിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഈ പൃഥ്വി എന്ന രാജാവ്. അപ്പൊ അങ്ങനെ ഒരു ഉദാഹരണമായിട്ട് ഒരു സ്ഥാപനത്തിൽ മാനേജ്മെന്റ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്, നിയന്ത്രിക്കുന്ന, എല്ലാത്തിനെയും ഏകോപിപ്പിക്കുന്ന. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന സാധനം ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയർ എന്ന് നമ്മൾ പറയും. പക്ഷെ അതിൻ്റെ അകത്ത് ഇതിനെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന അദൃശ്യമായ ഒരു സംഗതി ഉണ്ട്. അതിനാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക ലോകമാണ്. ആ ലോകത്തിൻ്റെ പരിധിയിലാണ് ഈ കമ്പ്യൂട്ടർ കിടക്കുന്നത്. അതുപോലെ നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഒരു ഹാർഡ്വെയർ ആണ്. ആ ഹാർഡ്വെയറിനെ പ്രവർത്തിക്കുന്നതിൻ്റെ പിന്നിൽ എല്ലാം ഒരു പ്ലാൻ അനുസരിച്ച് പ്രേരിപ്പിക്കുന്ന കുറേ ശക്തിവിശേഷങ്ങളെല്ലാം ഉണ്ട്, അദൃശ്യമായ ശക്തികൾ. അത് നമ്മളിൽ ഉണ്ടാക്കുന്ന പ്രേമം, വികാരം, സ്നേഹം, ഇതെല്ലാം അതിൻ്റെ പ്രേരണയാൽ നമ്മിൽ ഉണ്ടാകുന്നത്. ആ ഒരു ലോകമാണ്, അതിലാണ് ഈ ആത്മാവെല്ലാം വരുന്നത്. ആ ഒരു ലോകമാണ് ഇവിടെ പറയുന്നത്. അപ്പം ആ ലോകമാണ് മനുഷ്യരെ സൃഷ്ടിച്ച്, ജനങ്ങളെ സൃഷ്ടിച്ച്, രാജാവിനെ സൃഷ്ടിച്ചിട്ട് ഇവിടെ കർമ്മങ്ങളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആ ലോകത്തിൽ പെടുന്നവരാണ് ആര്? 28-ൽ 29 പറയുന്നു സ്വയംഭൂ മനു, ഉത്ഥാനപാദം. നമ്മൾ ഇതിനു മുമ്പിൽ സൃഷ്ടി പറയുമ്പോൾ കുറേ പ്രേരക ശക്തികൾ ഉണ്ട് എന്ന് പറഞ്ഞു ഈ പ്രപഞ്ചത്തിൽ. സ്വയംഭൂ മനുവാണ് സൃഷ്ടിയുടെ നേതൃത്വം ഏറ്റെടുത്ത്. പിന്നെ ഉത്ഥാനപാദൻ, ധ്രുവൻ, പ്രിയവ്രതൻ. ധ്രുവൻ എന്നെല്ലാം പറഞ്ഞാൽ ഓരോ നക്ഷത്രങ്ങളെ ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രേരിപ്പിച്ച ശക്തിവിശേഷം. പ്രിയംവദൻ, അങ്കൻ മൂലായവർക്കും, ബ്രഹ്മാവ്, ശ്രീരുദ്രൻ, പ്രഹ്ലാദൻ, ശ്രീ വാസുദേവനാണ് കർമ്മവുമുണ്ട്
വാസുദേവനിലൂടെയുള്ള കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രഹ്മാവും ശ്രീസുദ്ധനും സ്വയംഭൂമനു എന്നീ പ്രേരക ശക്തികൾ അവരുടെ കർമ്മങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ആരാണ്? ഈ വാസുദേവനിലാണ്. അപ്പൊ ആദ്യം വാസുദേവൻ നിർഗുണമായ ബ്രഹ്മം ഒരു പ്രപഞ്ചമുണ്ടാക്കാനുള്ള ഒരു പ്രേരണ ഉണ്ടായപ്പോൾ, ഒരു ആഗ്രഹം ഉണ്ടായപ്പോൾ അതിനെ പറയുന്നതാണ് ശ്രീ വാസുദേവൻ അല്ലെങ്കിൽ ശ്രീഹരി എന്നെല്ലാം. അദ്ദേഹം ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാനിൽ നിന്നും പല പ്രേരക ശക്തികൾ ഉത്ഭവിക്കുന്നു, ഓരോ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കാൻ. അങ്ങനെ ഉത്ഭവിച്ച പ്രേരക ശക്തികളാണ് സ്വയംഭൂമനു, ഉത്താനപാദൻ, ധ്രുവൻ, ഇവിടെ പറയുന്ന ഈ രാജാവ് എന്നെല്ലാം, ഈ പൃഥ്വി എന്ന രാജാവ് എന്നെല്ലാം. അതൊരു പ്രത്യേക ലോകമായിട്ട് കാണുകയാണ്. കാരണം അതിനെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതാണ് നമ്മളെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പം 30 പറയാണ്, മൃത്യുദേവന്റെ മകളുടെ മകനായ വേനൻ മുതലായ ധർമ്മ വിഷയങ്ങൾക്ക് വിമുക്തരായ, അപ്പൊ ധർമ്മത്തിനെതിരായി പ്രവർത്തിച്ച ചിലവരെല്ലാം ഉണ്ടല്ലോ. മൃത്യുദേവന്റെ മകളുടെ മകനായ വേനൻ, അതെല്ലാം ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ചവരല്ല. ഇവരൊഴിച്ച് ധർമാർത്ഥ കർമ്മങ്ങൾ, സ്വർഗസുഖം, മോക്ഷം എന്നിവയ്ക്കെല്ലാം പൊതുവായി ഐക്യരൂപത്തോടെ കർമ്മഫലദാതാവായി ഒരു സർവേശ്വരനുണ്ട്. ഇപ്പം ഇവരുടെ നല്ല വേനനല്ല, മറ്റുള്ള എല്ലാ ഇത്തരത്തിലുള്ള ഇതിനെല്ലാം സർവേശ്വരനായിട്ടുള്ളതാണ് ഈ ശ്രീഹരി, അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ശക്തി. ഇനി 31, 32, 33. അതുകൊണ്ട് എന്ത് വേണം? അതിനാൽ ആ പരമേശ്വരനെ ഭജിക്കുവാനുള്ള ആഗ്രഹം നാൾക്കുനാൾ വളർത്തി. അപ്പോൾ ഈ പ്രപഞ്ചത്തെ എല്ലാം ഒരു ശക്തിവിശേഷം, ആ ഒരു ശ്രീഹരിയുടെ ഇതിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. എല്ലാത്തിനെയും പ്രേരിപ്പിക്കുന്ന ശക്തി അതാണ്. അതുകൊണ്ട് അതിനെ ഭജിക്കുവാനുള്ള, അതിനുവേണ്ടി സേവനം അർപ്പിക്കുകയാണ് വേണ്ടത്. ഇതാണ് രാജാവ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത്. നിങ്ങൾ എനിക്കോ ഒന്നുമല്ല, പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ ഒരു ശക്തിയുണ്ട്. അതാണ് ഈ പ്രപഞ്ചത്തിന്റെ കർമ്മങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന. അതിനുവേണ്ടി കർമ്മം ചെയ്യണം. എന്നിട്ട് വളർന്ന് ശുദ്ധ സത്വമയമായി ഭവിച്ച് ആ ശ്രീഹരിക്കായി കർമ്മം ചെയ്യുന്ന തരത്തിൽ മനസ്സിലെ മനോമാലിന്യങ്ങളെ ആ പാദത്തിലെ ഗംഗാനദിയിൽ ഇല്ലാതാക്കുക. എന്നിട്ട് മനസ്സിൽ എന്തെല്ലാം ദുരാഗ്രഹങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിനെയെല്ലാം രാജാക്കന്മാരെന്ത് വേണം? പ്രജകളും ആ വിഷ്ണുവിൻ്റെ പാദത്തിലെ ഗംഗാജലത്തില് കഴുകിക്കളയണം. എന്നിട്ട് എല്ലാം ആ തൃപ്പാദത്തിൽ അർപ്പിച്ച് വിരക്തനായ പുരുഷൻ, അങ്ങനെ എല്ലാം അതിൽ അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവൻ എന്താകും? വിരക്തി ഉണ്ടാകും. ദുഃഖപ്രദമായി ഈ സംസാരത്തെ വീണ്ടും വീണ്ടും ഭ്രമിക്കാത്തവനായിത്തീരുന്നു. അങ്ങനെ ഒരാൾ നിസ്വാർത്ഥ കർമ്മം ചെയ്യുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ദുഃഖത്തിലൊന്നും പെടില്ല. ഈ ജനന മരണ പ്രക്രിയയിൽ നിന്നെല്ലാം മോചനം നേടും. ദുഃഖമൊന്നും ഉണ്ടാവില്ല. എല്ലാം അതിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാ ദുഃഖിക്കുന്നത്? എല്ലാതാണ് ചെയ്യിപ്പിക്കുന്നത്. നമ്മളങ്ങ് ചെയ്തു കൊടുക്കുന്നു, അദ്ദേഹത്തിനായി ചെയ്തു കൊടുക്കുന്നു. അപ്പം ദുഃഖത്തിൽ നിന്നെല്ലാം മുക്തി നേടാം. എന്നിട്ട് അത് നിങ്ങൾ എന്ത് വേണം? നിഷ്കപടന്മാരായി. അതുകൊണ്ട് നിങ്ങളെല്ലാം എങ്ങനെ സേവിക്കണം? നിഷ്കപടന്മാരായി സ്വാഭാവികമായിട്ട് ലഭിച്ച അർത്ഥസിദ്ധിയോടുകൂടി, നമുക്ക് ജനിക്കുമ്പോൾ തന്നെ ചില കഴിവുകളും ബുദ്ധിയെല്ലാം തന്നിട്ടുണ്ട്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് മനസ്സ്, വാക്ക്, ശരീരം എന്നിവ, നമ്മുടെ മനസ്സും ശരീരവും വാക്കുകളെല്ലാം എന്നിവയുടെ ധർമ്മങ്ങളായ ധ്യാനം, സ്തുതി, പൂജകളാൽ അദ്ദേഹത്തെ ഭജിക്കുക. അപ്പോൾ ബുദ്ധിയും ശരീരവും മനസ്സും എല്ലാം അദ്ദേഹത്തിന് അർപ്പിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക. ചിന്തിക്കുന്നതും ബുദ്ധിപരമായി ചിന്തിച്ച് കർമ്മം ചെയ്ത് എന്തിനു വേണ്ടിയാണോ സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മളെ ലോക പുരോഗതിക്കായിട്ടാണ്. ആ പുരോഗതിക്കൊത്ത് കർമ്മം ചെയ്യുക.
എൻ്റെ 35 പറയുകയാണ്, ഈശ്വരൻ വിശുദ്ധ ജ്ഞാനങ്ങളുടെ സാരാംശമാണെങ്കിൽ ഈശ്വരൻ തന്നെയാണ് എല്ലാ ജ്ഞാനങ്ങളുടെയും പിന്നിലുള്ളത്, സാരാംശം. അതിൽ നിന്നാണ് എല്ലാ ജ്ഞാനം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ശാസ്ത്രങ്ങളും ആ ഈശ്വരനിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ആണെങ്കിലും അത് ജ്ഞാനം മാത്രമല്ല, കർമ്മമാർഗത്തിൽ പലവിധ കർമ്മം ചെയ്യുവാനായിക്കിട്ട് പല ദ്രവ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്, പല വർണ്ണത്തിലുള്ള വസ്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്, ധ്യാന സംസ്കാരാദി ക്രിയകളായിട്ട് പലതരം ക്രിയകളായിട്ട് മാറിയിട്ടുണ്ട്, അതിനുവേണ്ട പല മന്ത്രോച്ചാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വേദമന്ത്രങ്ങൾ, പലതരം കർമ്മങ്ങൾ ചെയ്യാനുള്ള ശാസ്ത്രങ്ങൾ, അതാണ് വേദമന്ത്രങ്ങളുണ്ട്. അതിനുള്ള പല ഉപകരണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഓരോ സങ്കല്പങ്ങൾ ഉണ്ടാക്കും, നമ്മൾ ഓരോ സങ്കല്പം ഉണ്ടാക്കിയിട്ടാണ് അതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യുന്നത്. പദാർത്ഥ ശക്തി, ജ്യോതിഷ സംബന്ധമായ നാമങ്ങൾ, ജ്യോതിർഗോളങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് ഈ കർമ്മങ്ങളെല്ലാം ഏകോപിപ്പിച്ചിരിക്കുന്നത്. എന്നിവ കൊണ്ടും യജ്ഞകർമ്മമായി നിലകൊള്ളുന്നു. അപ്പൊ എല്ലാ ജ്ഞാനത്തിന്റെ പിന്നിലും അദ്ദേഹമാണ്, എല്ലാ യജ്ഞങ്ങളുടെയും പിന്നിലും അദ്ദേഹമാണ്. ഈ യജ്ഞങ്ങളെല്ലാം ജ്യോതിർഗോളങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി 35 പറയുന്നു, ഇത് മൂലപ്രകൃതി, കാലശക്തി. അപ്പം പ്രകൃതിയായിട്ടും കാലമായിട്ടും നമ്മുടെ വാസനകളായിട്ടും ജീവന് എന്നിവയെല്ലാമായി രൂപം കൊണ്ടതായ ശരീരത്തിൽ, ഇപ്പൊ ഈ ശരീരത്തിൽ എന്തുണ്ട്? മൂലപ്രകൃതിയുടെ അംശമുണ്ട്. മൂലപ്രകൃതിയിൽ നിന്നാണ് ഈ ശരീരം ഉണ്ടായിരിക്കുന്നത്. കാലശക്തിയുണ്ട്, കാലത്തിന് ഓരോ കാലഘട്ടത്തിന് യോജിച്ച കർമ്മങ്ങൾ ചെയ്യാനാണ് ഈ ശരീരം തന്നിരിക്കുന്നത്. വാസനകളുണ്ട്, നമ്മൾ എന്താണോ കർമ്മം ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വാസനകൾ നമ്മളിൽ ഉണ്ടാക്കും, താല്പര്യങ്ങൾ നമ്മളിൽ ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ടുള്ള ജീവനും നൽകിക്കൊണ്ട് അങ്ങനെ രൂപം കൊണ്ടതാണ് ഈ ശരീരം. അതിലെ ബോധശക്തിയെ, നമ്മളുടെ ബോധശക്തിയെ പ്രവർത്തിപ്പിച്ച് മരത്തടിയിലെ അഗ്നി പോലെ കർമ്മശക്തിയായി പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ അത് തന്നെയാണ് പ്രകൃതി. ഇതെല്ലാം കാലത്തിനനുസരിച്ച് ഒരു രൂപം, ജീവനെല്ലാം നൽകിക്കൊണ്ട് ഒരു ശരീരം ഉണ്ടാക്കിയിട്ട് മരത്തടിയിൽ അഗ്നി ഉള്ളതുപോലെ നമ്മിൽ ആ ശക്തി ഇരുന്നു കൊണ്ടാണ് നമ്മളെ കൊണ്ട് നമ്മിൽ പ്രത്യക്ഷപ്പെടുന്നത്. ആ ശക്തി തന്നെയാണ് നമ്മിലൂടെ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. എൻ്റെ 36 പറയുന്നു, ഭൂമിയിൽ എനിക്ക് ചേർന്ന പ്രജകൾ, അതായത് ഭൂമിയിൽ എൻ്റെ കീഴിൽ എന്നിലൂടെ വർത്തിക്കുന്ന പ്രജകൾ മനോനിഷ്ഠയോടും യജ്ഞാക്ഷബുക്കുകളായ ദേവതകളുടെ അധിനായകനായ ശ്രീഹരിയെ. അപ്പം എനിക്ക് ചേർന്ന ജനങ്ങൾ എന്ത് ചെയ്യണം? ഈ ദേവതകളുടെ അധിപനായ ശ്രീഹരി, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതിലെല്ലാം ഭൂമിയും വസ്തുക്കളും കല്ലും മണ്ണും എല്ലാം ഇതിൻ്റെയും അധിപനായ ആ ശ്രീഹരിയെ സ്വധർമാനുഷ്ഠാനമുള്ള മാർഗത്തിലൂടെ, ഇപ്പം എൻ്റെ ജനങ്ങൾ എന്ത് വേണം? ഈ ലോകത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളുടെയും അധിപനായ ശ്രീഹരിയെ സ്വധർമാനുഷ്ഠാനം, അവരവരുടെ ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള മാർഗത്തിലൂടെ ഇടതടവില്ലാതെ ഭജിക്കണം. അതായത് ഓരോ പ്രജകളും അവരവർക്കുള്ള ധർമ്മങ്ങൾക്കനുസരിച്ച്, അനുവദിച്ച ധർമ്മങ്ങൾക്കനുസരിച്ച കർമ്മങ്ങൾ ശ്രീഹരിക്കായി കൊണ്ട് ചെയ്യണം, ഭജിക്കുന്നു. ആ സന്തോഷം, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാനും സന്തോഷമായി. അവ അനുഗ്രഹം, എനിക്കും അനുഗ്രഹമായി തീരുന്നതാണ്. അപ്പോൾ എന്നെ ഏൽപ്പിച്ചത് ജനങ്ങളുടെ എല്ലാം കർമ്മം ചെയ്തിട്ട് ശ്രീഹരിയെ തൃപ്തിപ്പെടുത്താനാണ്. അപ്പം നിങ്ങൾ നിങ്ങളെ കർമ്മങ്ങൾ ചെയ്ത് ശ്രീഹരി തൃപ്തിപ്പെടുകയാണെങ്കിൽ എനിക്കും സന്തോഷമായി, എൻ്റെ കാര്യത്തിലും അദ്ദേഹത്തിന് തൃപ്തി തന്നെയായിരിക്കും. ആർക്ക്? ശ്രീഹരിക്ക്. അതായത് നമ്മൾ കർമ്മം ചെയ്യുന്നത് രാജാവിന് ആർക്കും വേണ്ടിയില്ല, രാജ്യത്തിന് വേണ്ടിയാണ്, ലോകത്തിന് പുരോഗതിക്ക് വേണ്ടിയാണ്. ആ ശക്തി വിശേഷം അതിനു വേണ്ടിയാണ് നമ്മളെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി 37 പറയുകയാണ്, ക്ഷത്രിയരുടെ സമൂഹത്തിൽ നിന്നും യാതൊരു പ്രഭാവം അവർക്കുണ്ടാകുന്നുവോ
അതായത് ക്ഷത്രിയരാണ് രാജാക്കന്മാരായി മാറുന്നത്. അപ്പൊ ആരെങ്കിലും രാജാവായിട്ട് മാറുകയാണെങ്കിൽ ക്ഷത്രിയന് ഭരണം നടത്താനുള്ള കഴിവാണ് ക്ഷത്രിയനുള്ളത്. ബുദ്ധി അത്രയില്ല, ഭരിക്കാനുള്ള ബുദ്ധിയുണ്ട്. അവർ ക്ഷമ, തപസ്, ജ്ഞാനം, അവർ ക്ഷമയോടും തപസ്സോടുകൂടി ജ്ഞാനം നേടാൻ ശ്രമിക്കുന്ന ബ്രാഹ്മണരുടെയും ശ്രീഹരിയെ ആശ്രയിക്കുന്ന വൈഷ്ണവരുടെയും, അതായത് ബ്രാഹ്മണരെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ജനങ്ങളുടെ സമൂഹത്തിൽ ഒരിക്കലും കൈകടത്തരുത്. അപ്പൊ രാജാവ് ചിന്തകരും ബുദ്ധിമാന്മാരുമായ ജനങ്ങളുടെ കാര്യത്തിൽ ഒരിക്കലും കൈകടത്തരുത്. പറഞ്ഞതിനർത്ഥം ഭരിക്കുന്നവർക്ക് എപ്പോഴും പേടി ബുദ്ധിമാന്മാരാണ്. ബുദ്ധിമാന്മാര് ഭരണത്തിൽ എന്തെങ്കിലും തെറ്റെല്ലാം കാണുമ്പോൾ കണ്ടെത്തിയിട്ട് പറയും. അപ്പം ഇന്ന് മാധ്യമങ്ങളെല്ലാണ് ഭരണാധികാരികളുടെ കുറ്റങ്ങളെല്ലാം, ആരെങ്കിലും ഭരണാധികാരികളുടെ കുറ്റം പറയുമ്പോൾ അവനെ പിടിച്ച് ജയിലിലിടുകയും എല്ലാമാണ് പരിപാടി. അപ്പം അവര് ബ്രാഹ്മണരാണ്, രാജാവിന് ക്ഷത്രിയരാണ്. അവർ ചെയ്യുമ്പോൾ പല തെറ്റുകളും വരും. ആ തെറ്റുകൾ ഉണ്ടാകുമ്പോൾ ബുദ്ധിമാന്മാരെ ചൂണ്ടിക്കാണി നീ ചെയ്യുന്ന ശരിയല്ല. സ്വാഭാവികമായി പറ്റുന്ന തെറ്റാണെങ്കിൽ അവർ കറക്റ്റ് ചെയ്യും. അവളെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി അധർമ്മികളായ രാജാക്കന്മാർ ഭരിക്കുമ്പോൾ ചിന്തകരായ ബുദ്ധിമാന്മാരായ ബ്രാഹ്മണരെ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർക്ക് എപ്പോഴും ബ്രാഹ്മണരെ പേടിയായിരിക്കും. കാരണം ഇവരാക്കാണ്, ബുദ്ധിയുള്ളവർക്കാണ് ഇയാൾ ചെയ്യുന്നതിൻ്റെ, ബാക്കിയുള്ളവരെല്ലാം എന്തെങ്കിലും പറഞ്ഞ് പറ്റിക്കാം. പക്ഷെ ബുദ്ധിയുള്ളവർ പറയേ ഇയാളെ വാക്കൊന്നും കേട്ടിട്ട് നടക്കരുത്, അയാളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് പലതും കാട്ടിക്കൂട്ടിയാണെന്ന് പറയുമ്പോൾ അവനെ പിടിച്ച് ജയിലിടും. അപ്പൊ എല്ലാ ഭരണാധികാരികൾക്കും ചിന്തകരെയും, നല്ല ആൾക്കാരാണെങ്കിൽ ചിന്തകരും ബുദ്ധിമാന്മാരുടെ അഭിപ്രായം കേട്ടിട്ട് ബ്രാഹ്മണരുടെ അഭിപ്രായം, അതാണ് ബ്രാഹ്മണര്, ചെയ്തെറ്റുകൾ തിരിച്ചറിഞ്ഞ വിവേകമുള്ള ആൾക്കാർ, ചിന്തകര്, കവികൾ, മാധ്യമങ്ങൾ എന്നെല്ലാം പറയാം. മാധ്യമത്തിൽ ചിന്തകരും തലയിരിഞ്ഞവരെല്ലാം കാണും. ഞാൻ പറയുന്നത് ശരിയായ ധർമ്മത്തിനനുസരിച്ച് ചിന്തിക്കുന്നവരെയാണ് ബ്രാഹ്മണരെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവര് ഉള്ളതുപോലെ പറയുന്നവരെ ഭരണാധികാരികള്, ശരിയായ നിലയിൽ ലോകത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഭരണാധികാരിയാണ് അയാൾ പറയുന്ന ശ്രദ്ധിക്കണം, തെറ്റാണ്, ഞാനത് ചെയ്യാൻ പാടില്ല, കറക്റ്റ് ചെയ്യും. എല്ലാ സ്വാർത്ഥമതികളാണെങ്കിൽ അവരാദ്യം വായ അടച്ചു മുടിക്കെട്ടാൻ ശ്രമിക്കുന്നത് ഇത്തരം ബ്രാഹ്മണരുടെ എല്ലാമായിരിക്കാം. ഇനി 38, 39, അപ്പൊ അവരുടെ കാര്യത്തിലൊന്നും തലയിടരുത് എന്നാണ് പറയുന്നത്. അവർ സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ. പിന്നെ 38, 39 ബ്രാഹ്മണ ഭക്തനും മഹാത്മാക്കളിൽ അഗ്രഗണ്യനുമായ ശ്രീഹരി, അപ്പം ശ്രീഹരി ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ശക്തി വിശേഷം ബ്രാഹ്മണ ഭക്തനാണ്. ചിന്തകരായ ധർമ്മത്തിനനുസരിച്ച് പ്രതികരിക്കുന്നവരെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാല് ഇതെല്ലാം ആ ശ്രീഹരി കാണുന്നുണ്ട്. ശ്രീഹരിയുടെ ഭക്തരാണ് ഈ ബ്രാഹ്മണർ. ഇപ്പം ചിന്തകരെയും കവികളെയെല്ലാം ദുർഭരണാധികാരികൾ എപ്പോഴും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ വല്ലവരും അദ്ദേഹത്തിന്റെ കുറ്റങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ പിടിച്ച് ജയിലിലിടും. പക്ഷെ അത് അപ്പോൾ മനസ്സിലായിക്കൊള്ളണം, ആ ഭരണത്തിന്റെ ആ അടിത്തറ ഇളകി, ആ രാജാവിന്റെ അടിത്തറ ഇളകി കഴിഞ്ഞു. കാരണം ഇതെല്ലാം കാണുന്ന ആ ശ്രീഹരി എന്താണ്? ഈ ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ചിന്തകരുടെ ഭക്തനാണ്. ബ്രാഹ്മണ ഭക്തനും മഹത്തുക്കളിൽ അഗ്രഗണ്യമായ ശ്രീഹരി എപ്പോഴും ബ്രാഹ്മണ സമൂഹത്തിന്റെ പാതാരബിന്ദത്തിൽ ലക്ഷ്മിയോടുകൂടി യശസ്സിനെ വഹിച്ചുകൊണ്ട് സർവചരാചരങ്ങളുടെയും ഹൃദയത്തിൽ ഇരുന്ന് സ്വയം പ്രകാശിക്കുന്നു. ഈ ബ്രാഹ്മണരുടെ ഭക്തനാണ് ശ്രീഹരി. അദ്ദേഹം ആ ബ്രാഹ്മണ സമൂഹത്തിന്റെ ഭക്തനായിക്കൊണ്ടിരുന്നു കൊണ്ട് തന്നെ ലക്ഷ്മി ദേവിയോടൊപ്പം എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ലോകത്തിലെ എല്ലാ ചരാചരങ്ങളുടെയും ഉള്ളിൽ ആരിലുണ്ട്?
ഈ ശ്രീഹരിയുണ്ട്. ഈ ശ്രീഹരി ഇതെല്ലാം നോക്കിയിരിക്കുന്നുണ്ട്. ഇപ്പം ഏതെങ്കിലും ശരിതെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവന്റെ വായ അടക്കാനും വേണ്ടി അവനെ പിടിച്ച് ജയിലിലിട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഉള്ളിലും കിടക്കുന്നത് ഏത് തന്നെയാണ്? ഈ ശ്രീഹരി തന്നെയാണ്. യഥാർത്ഥ ശ്രീഹരിയെ പിടിച്ചിട്ടാണ് ജയിലിലടക്കുന്നത്. എന്നിട്ട് പറയാണ്, ആ ഭഗവാൻ ഏറ്റവും സന്തോഷവാനായ ശ്രീഹരിയുടെ ആ ശ്രീഹരിയുടെ ധർമ്മമാർഗ തൽപരനായ ബ്രാഹ്മണ സമൂഹത്താലും ആ ശ്രീഹരിയെ ധർമ്മമാർഗ തൽപരരായ ബ്രാഹ്മണ സമൂഹത്താലും വിനയാന്വിതമായ ജനങ്ങളാലും എല്ലാ പ്രകാരവും സേവിക്കപ്പെടട്ടെ. അപ്പൊ എല്ലാ ജനങ്ങളും, ബ്രാഹ്മണരും അദ്ദേഹത്തെ സേവിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ഈ ബ്രാഹ്മണ സമൂഹവും എല്ലാ നല്ല ജനങ്ങളും ആ ശ്രീഹരിയെ സേവിച്ചുകൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ആ ബ്രാഹ്മണരുടെ ഭക്തൻ കൂടിയാണ് ശ്രീഹരി. അതുകൊണ്ട് അങ്ങനെയുള്ള ബ്രാഹ്മണ സമൂഹത്തിന്റെ നേരെ നീ അവിവേകം അവരുടെ സമൂഹത്തിന്റെ കാര്യത്തിൽ കയറി ഇടപെട്ട് കൂടാം. ഇനി 40 ആ ബ്രാഹ്മണ സമൂഹത്തെ പതിവായി സമീപിച്ച് മനുഷ്യർ തന്നെ നിത്യനിവൃത്തിയെ പ്രാപിക്കുന്നു. അങ്ങനെ ബുദ്ധിമാന്മാരായ ആ ബ്രാഹ്മണ സമൂഹത്തെ സമീപിച്ചിട്ടാണ് മനുഷ്യര് തന്നാൽ നിത്യനിവൃത്തിയെ പ്രാപിക്കുന്നത്. അപ്പോൾ സാധാരണ മനുഷ്യർക്കൊന്നും ചിന്തിച്ചൊരു പ്രവൃത്തിയൊന്നും ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അവർ ഈ ബുദ്ധിമാന്മാരായ ജനങ്ങളെ സമീപിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. അല്ലാതെ സ്വന്തം ചിന്തിച്ചിട്ട് കഴിയാനൊന്നും അവർക്ക് പറ്റില്ല. നമുക്കൊരു രോഗം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ബുദ്ധിമാനായ ഡോക്ടറെ അടുത്ത് പോയിട്ട്, ഡോക്ടറെ എനിക്ക് ഇങ്ങനെയെല്ലാം പ്രശ്നമുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നത്? അപ്പം ഡോക്ടർ ഉപദേശിക്കും. ഏത് കാര്യത്തിലും ബുദ്ധിമാന്മാരായ ജനങ്ങളെ ആശ്രയിച്ചിട്ടാണ് ജനങ്ങൾ എന്ത് ചെയ്യുന്നത്? നിത്യനിവൃത്തിയെ പ്രാപിക്കുന്നത്. ആ വിധം തെളിവാർന്നത വരുന്ന ചിന്തയേക്കാൾ ശ്രേഷ്ഠമായ വേറൊരു ദേവന്റെ മുഖം ഉണ്ടോ? അങ്ങനെ നമ്മുടെ ബുദ്ധിയെ, ചിത്തത്തെ തെളിയിച്ചു തരുന്ന വേറൊരു ദേവനുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഏതെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചോ എന്തെങ്കിലും ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റൂല. നമുക്ക് ഭയങ്കര ഒരു അസുഖം എന്തെല്ലാം ഉണ്ട്. ഏത് ദേവനോട് ചോദിച്ചാലാണ് നിങ്ങൾക്ക് അതിനൊരു ഉത്തരം കിട്ടുക? ഉത്തരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണരെ സമീപിക്കണം. ആ വിഷയത്തിൽ ബുദ്ധിപരമായ ബുദ്ധി തികഞ്ഞ് നിൽക്കുന്ന വ്യക്തികളെ, ആ ബ്രാഹ്മണ സമൂഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മാർഗങ്ങളെല്ലാം പറഞ്ഞു കിട്ടും. അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാനാണെന്നാണ് ചോദിക്കുന്നത്. വേറെ ഏത് ദേവനെ ആശ്രയിച്ചാലാണ് നിങ്ങൾക്ക് ഫലം കിട്ടുക? ഇപ്പം നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആരുടെയാണ് സമീപിക്കുക? ഒരു നിയമപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ നല്ല അഡ്വക്കേറ്റിനെ കണ്ടിട്ട് വിവരം ചോദിക്കും. ഒരു സാങ്കേതികപരമായ പല വിഷയങ്ങളിൽ എന്തെങ്കിലും വീടിൻ്റെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ എഞ്ചിനീയറെ കണ്ട് ചോദിക്കും. അല്ലെങ്കിൽ ഒരു കൃഷി വികസന വിദഗ്ധനെ കണ്ട് ചോദിക്കും. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ആണെങ്കിൽ അതേ രാജാവ് എന്തെങ്കിലും വേണ്ടിക്കില്ല ബ്രാഹ്മണരോട് ചോദിക്കണം. അപ്പം നമ്മുടെ സാധാരണ ജനങ്ങൾക്കൊന്നും അവരവർക്ക് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവൊന്നുമില്ല. അതിനാണ് ബ്രാഹ്മണരെ വെച്ചിരിക്കുന്നത്. എല്ലാ ബുദ്ധിയും തികഞ്ഞവരെ വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഇപ്പം ജനങ്ങളെല്ലാം ബുദ്ധിയുള്ള മനുഷ്യരുമായിട്ട്, ബ്രാഹ്മണരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്തു പോകുന്നത്. അതപ്പം ആ ബ്രാഹ്മണ സമൂഹത്തെയാണ് ആർക്ക്? ശ്രീഹരിക്കയുടെ ഭക്തരാണ്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമാന്മാര് എന്ത് ചെയ്യും? ജനങ്ങളെയെല്ലാം നയിക്കുന്നവരാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരാണ്. രാജാവിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു കൊടുക്കും വഴി എന്താണെന്ന്. പക്ഷേ ദുർമാർഗികളായ ഭരണാധികാരികൾ അവിടെ ഇരിക്കുമ്പോൾ അവർക്ക് ഇവരെ എപ്പോഴും പേടിയാണ്. എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സീറ്റ് തെറിക്കുമെന്നുണ്ട്, ഞാൻ ചെയ്യുന്ന തെറ്റെല്ലാം കണ്ടെത്തിപ്പോയാൽ. അതുകൊണ്ട് അവർക്ക് ബുദ്ധിമാന്മാരെ ഒരിക്കലും പിടിക്കില്ല. അപ്പോൾ അവര് ഇവരുടെ കാര്യത്തിൽ തലയിടരുത് എന്നാണ് പറയുന്നത്. ആ ബ്രാഹ്മണന്മാരുടെ മഹത്വമാണ് ഇവിടെ വിവരിക്കുന്നത്. 41 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈശ്വര തത്വത്തെ ശരിക്കും അറിഞ്ഞവരായ ബ്രാഹ്മണരുടെ മുഖത്ത് നിന്ന് ദേവതകളെ പറ്റിയെല്ലാം മനസ്സിലാക്കിയിട്ട്
ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും, ആ പ്രപഞ്ചത്തിലുള്ള ഈ എല്ലാ വസ്തുക്കളെ പറ്റിയുള്ള ശാസ്ത്രജ്ഞാനം ബോധമെല്ലാം ബ്രാഹ്മണനിൽ നിന്നും മനസ്സിലാക്കിയിട്ട്, ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്യുന്നവരുടെ ഈശ്വരനായിട്ട് കർമ്മം ചെയ്താലുള്ള ഫലം. അപ്പം ബ്രാഹ്മണരിൽ നിന്ന് നമ്മുടെ കർമ്മം എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ഈശ്വരനെ സേവക്കായിക്കൊണ്ടാണ്. ആ ഈശ്വരൻ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ പോകുന്നു. അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ആ കർമ്മം ചെയ്യാനാണ് എല്ലാ വസ്തുക്കളും ഉപയോഗിച്ച് ദേവതകളെ കൊണ്ട് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെ പറ്റിയുള്ള ജ്ഞാനം ആ ബ്രാഹ്മണരിൽ നിന്ന് മനസ്സിലാക്കിയിട്ട്, അതായത് ബുദ്ധിമാന്മാർ, ശാസ്ത്രജ്ഞന്മാർ സയൻസിലൂടെ മനസ്സിലാക്കിയിട്ട് കർമ്മം ചെയ്താൽ കിട്ടുന്ന ഫലം ജീവചൈതന്യത്തിൽ നിന്നും അകന്നിരിക്കുന്ന അഗ്നിയിൽ ഹോമിക്കപ്പെട്ടതിൽ നിന്നും ലഭിക്കുകയില്ല. അതായത് അങ്ങനെ ചെയ്യുന്ന കർമ്മഫലം, അതിൽ നിന്ന് ലഭിക്കുന്ന ഫലം വെറുതെ അഗ്നി ഉപയോഗിച്ച് ഊർജം ഉപയോഗിച്ചുകൊണ്ട് വെറുതെ നമ്മൾ ജ്ഞാനമൊന്നുമില്ലാതെ ചെയ്താൽ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടോ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം. അതിനാരെ ആശ്രയിക്കണം? ബ്രാഹ്മണരെ ആശ്രയിക്കുക തന്നെ വേണം. എൻ്റെ 42-43 പറയുന്നു, യാതൊരു കണ്ണാടിയിൽ മുഖമെന്ന പോലെ കണ്ണാടിയിൽ മുഖം നിഴലിക്കുന്നത് പോലെ, നമ്മൾ കണ്ണാടി നോക്കിയാൽ നമ്മളെ മുഖമെല്ലാം തെളിഞ്ഞു വരും. അതുപോലെ രജോ ഗുണമെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ശാശ്വതമായ വേദത്തെ, അപ്പം എവിടെ നിന്നാണ് ബ്രാഹ്മണന് ജ്ഞാനം കിട്ടുന്നത്? വേദങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ സയൻസ് വേദം എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പുസ്തകം, പ്രപഞ്ച രഹസ്യമടങ്ങിയ ശാസ്ത്ര പുസ്തകം, സയൻസ് പുസ്തകം. ആ വേദത്തെ ശ്രദ്ധ, തപസ്, ആചാരം, ശുദ്ധി, മനോനിഷ്ഠ, ഇന്ദ്രിയ നിഗ്രഹം എന്നിവയോടുകൂടി അപ്പോൾ ആ വേദങ്ങളെ ശരിക്ക് ഏകാഗ്രമായ ചിന്തയോടുകൂടി ഏകാഗ്രതയോടും അർത്ഥജ്ഞാനത്തിന് വേണ്ടി, നമുക്ക് ലോക പുരോഗതിക്ക് അർത്ഥം നേടാൻ വേണ്ടി, ലോക പുരോഗതിക്ക് വേണ്ടി യാതൊരാൾ പഠിച്ചു മനസ്സിലാക്കുന്നുവോ, അതായത് വേദങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ശാസ്ത്ര തത്വങ്ങൾ, ഇതിലേക്ക് ആധുനിക സയൻസിലൂടെ വരുന്ന ജ്ഞാനങ്ങൾ ആരൊരാൾ പഠിച്ചിട്ട് മനസ്സിലാക്കി വെക്കുന്നുവോ അവർ ബ്രാഹ്മണരാണ്. അവരുടെ പാദത്തിലെ പൊടിയെ, അവരുടെ പാദം നടക്കുന്നിടത്തുള്ള പൊടിയെടുത്തിട്ട്, അല്ലയോ ശ്രേഷ്ഠനായ, ആ ശ്രേഷ്ഠമായ പൊടി എന്ത് വേണം? ഞാൻ എൻ്റെ ആയുസ്സുള്ളിടത്തോളം കാലം കിരീടത്തിൽ വെച്ചുകൊള്ളട്ടെ. രാജാവായിരിക്കുന്ന കാലത്തോളം ഞാൻ ആ കിരീടത്തിൽ ആ പൊടി വെച്ചാൽ എൻ്റെ ദുഷ്കർമ്മങ്ങളെല്ലാം ഉടനെ നശിക്കും, എല്ലാ ഗുണങ്ങളും അവനെ സമാശ്രയിക്കും. അപ്പോൾ രാജാവ് എന്ത് വേണം? ആ ബുദ്ധിമാൻ, വേദങ്ങളെല്ലാം പഠിച്ചിട്ട് പണ്ഡിതനായ ബ്രാഹ്മണരോട്, വേദം പഠിക്കുക എന്ന് പറഞ്ഞാൽ സയൻസ് പുസ്തകം, പ്രപഞ്ച രഹസ്യമെല്ലാം അടങ്ങിയിരിക്കുന്ന വേദങ്ങളിലില്ലാത്ത സയൻസ് ഇല്ല. അതെല്ലാം പഠിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാരുടെ കാലിലെ പൊടിയെടുത്തിട്ട് കിരീടത്തിൽ വെക്കണം. അതായത് ഭരിക്കുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ നിർദ്ദേശപ്രകാരം, ചിന്തകന്മാരുടെ, ബുദ്ധിമാന്മാരുടെ, ബ്രാഹ്മണരുടെ അവർ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെയാണ് രാജാവ് മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ശ്രേയസ് ലഭിക്കും, അവൻ്റെ ദുഷ്പ്രവർത്തികളെല്ലാം ഇല്ലാതാകും. അപ്പം ശരിയായ ബുദ്ധിമാന്മാരെ നിർദ്ദേശിക്കുന്ന വഴിയിലാണ് രാജാവ് പോകേണ്ടത്. അല്ലെ രാജാവ് തനിഷ്ടന്മാരെ അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്രവർത്തിച്ചു കൂടാ. 44 ഗുണങ്ങൾക്ക് ആശയഭൂതനും സൽസ്വഭാവമാകുന്ന സമ്പത്തോടും കൂടിയവനും ഉപകാര സ്മരണയുള്ളവനും പരമജ്ഞാനികളെ സേവിക്കുന്നവനും ആയ സൽപുരുഷനെ പരലോകങ്ങളിൽ എല്ലാം ഐശ്വര്യങ്ങളും വന്ന് സേവിക്കും. അങ്ങനെയുള്ള വ്യക്തിയെ പരമജ്ഞാനികളെ സേവിക്കണം, എല്ലാ ഗുണങ്ങളും തികഞ്ഞവനായിരിക്കണം, ആശ്രയിക്കുന്നവനായിരിക്കണം, സൽസ്വഭാവിയാകുന്ന സത്വത്തോടുകൂടി സൽസ്വഭാവമായിരിക്കണം സമ്പത്ത്. അങ്ങനെയുള്ള വ്യക്തിയെ, അല്ലെ രാജാവിനെ, അങ്ങനെയുള്ള സൽപുരുഷനെ പരലോകത്തിലെ എല്ലാ ഐശ്വര്യങ്ങളും വന്നു സേവിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ബ്രാഹ്മണ സമൂഹവും ഗോവൃദ്ധവും അനുചരന്മാരോടുകൂടിയ ശ്രീഹരിയും
എനിക്കായിക്കൊണ്ട് പ്രസാദിക്കണേ. അപ്പോൾ അദ്ദേഹം ശ്രീഹരിയോട് പറയാണ്, എനിക്കായിട്ട് ആരെല്ലാം പ്രസാദിക്കണം? ഇവരും പ്രസാദിക്കണം, ബ്രാഹ്മണരും എല്ലാം. അതായത് ബുദ്ധിമാന്മാരെ സപ്പോർട്ടോടുകൂടി വേണം രാജാവ് ഭരിക്കാൻ. എന്തെല്ലാം ബുദ്ധിമാന്മാർക്ക് ലോകത്തെ ശാസ്ത്രങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന പുരോഗതികൾ നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടാക്കാമെന്നുള്ള ശാസ്ത്രലോകം പറഞ്ഞു കൊടുക്കും. അല്ല, രാജാവിന് എങ്ങനെയാണ് പുതിയ പുതിയ വ്യവസായങ്ങളെല്ലാം തുടങ്ങാൻ അറിയാം. അതിന് ആരോഗ്യ പ്രശ്നങ്ങൾ എല്ലാം ബുദ്ധിമാന്മാരും ഉപദേശിക്കണം. അപ്പം അതിനനുസരിച്ച് രാജാവ് ആശുപത്രികൾ സ്ഥാപിക്കും, ബാക്കിയുള്ള സ്ഥാപിക്കും, തൊഴിൽ സ്ഥാപനങ്ങൾ എല്ലാം ഉണ്ടാക്കിയിട്ട് ലോകം പുരോഗമിക്കും. ഇത് 45 പറയുകയാണ് മൈത്രേയൻ. ഇപ്രകാരം ഭാഷണം ചെയ്ത രാജാവിനെ പിതൃക്കളും ദേവന്മാരും ബ്രാഹ്മണനും ഉത്തമ ജനങ്ങളും സന്തുഷ്ടചിത്തരായി അനുബോധിച്ചു സ്തുതിച്ചു. ഇതെല്ലാം എവിടെ ഇരുന്നിട്ടാണ്? ആ 14 ലോകത്തിൻ്റെ മുമ്പിലിരിക്കുന്ന പിതൃക്കളും ആ ലോകത്തിലെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ ഈ ലോകത്തിലെ അല്ല. അങ്ങനെയൊരു ലോക സങ്കല്പത്തിൽ വെക്കുകയാണ്. എന്നിട്ട് 46 പറയുന്നു, പുത്രനെ കൊണ്ട് പുണ്യലോകം നേടുന്നു. പുത്രന്മാർ വിചാരിച്ചിട്ടാണ് പുണ്യലോകം കിട്ടുക. അപ്പം നമ്മളെ പുത്രന്മാർ നല്ലതാവുകയാണെങ്കിൽ നമ്മളെ പാപമെല്ലാം ഇല്ലാതാകുക. അതിനുള്ള ഉദാഹരണമാണ്. കാരണം പാപത്തിന് അടിമയായ വേനൻ പാപനായിരുന്നു, പക്ഷേ പുത്രനാൽ പാപമോചനം കിട്ടി. അതുമാതിരി 47 അതേപോലെ ഹിരണ്യകശിപു ഭഗവാനെയെല്ലാം അധിക്ഷേപിച്ച് നടന്നത് കാരണം നരകത്തിലെത്താൻ പോകുമ്പോൾ പുത്രനായ പ്രഹ്ലാദനാണ് അതിൽ നിന്നും അദ്ദേഹത്തെ കരകടത്തിയത്. അപ്പോൾ പുത്രന്മാർ നന്നായാൽ എന്ത് പറ്റും? പിതാവിനെ രക്ഷപ്പെടാം. എന്നിട്ട് 48 അതിനാൽ വീരാഗ്രഗണ്യനായ രാഷ്ട്രപിതാവെ അങ്ങ് നീണാൽ വാഴുക. അപ്പോൾ എല്ലാവരും ഈ രാജാവിനെ നീണാൽ വാഴുക. അങ്ങക്ക് സമസ്ത ലോകങ്ങളുടെയും ഏകനാഥനായ ശ്രീഹരിയിൽ ഭക്തി ഉദിച്ചുവല്ലോ. അങ്ങക്ക് ശ്രീഹരിയിൽ ഭക്തിയുണ്ട്, അതുകൊണ്ട് സ്വാഭാവികമായിട്ട് എല്ലാം അങ്ങ് ആ ശ്രീഹരിക്ക് വേണ്ടിയാണ് ചെയ്യുക. അതുകൊണ്ട് അങ്ങ് നീണാൽ വാഴുക. അങ്ങനെയുള്ള രാജാവാണ് ലോകത്തെ ഭരിക്കേണ്ടത്. 49 ഹേ വീരകീർത്തെ, അങ്ങയാൽ തന്നെ ഞങ്ങൾക്കൊരു നാഥനുണ്ടായി. അങ്ങനെയുള്ള ഒരു രാജാവുള്ളത് കൊണ്ട് നമുക്കും അന്നുണ്ടായി, ഒരു നാഥൻ ഉണ്ടായി. അങ്ങ് പുണ്യകീർത്തിയുള്ളവരിൽ അത്യുത്തമനാണ്. അപ്പോൾ രാജാവ് എപ്പോഴും കീർത്തിമാന്മാരിൽ ഏറ്റവും ഉത്തമനായിരിക്കുന്നവനാണ് രാജാവാകേണ്ടത്. അങ്ങ് ബ്രാഹ്മണ ഭക്തരായ ശ്രീഹരിയുടെ കഥ വ്യക്തമാക്കി തന്നു. ഭക്തനായ ശ്രീഹരിയുടെ കഥ വ്യക്തമാക്കി തന്നു എന്ന് പറഞ്ഞാൽ ശ്രീഹരി ബ്രാഹ്മണര ഭക്തനാണ്, ചിന്തകരും ബുദ്ധിമാന്മാരുമായ ജനങ്ങളാണ് ലോകത്തെ നയിക്കേണ്ടത്, ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ അവരെ ഇവിടെ മഹത്വമാണ് ഇവിടെ വിവരിച്ചു കൊടുത്തത്. 50 പറയുകയാണ്, അങ്ങയുടെ ഈ സേവന ജനാനുസാന പ്രഖ്യാപനം ആശ്ചര്യകരമെങ്കിലും, ഇത് ഭയങ്കര ആശ്ചര്യകരമായ ഒരു കാര്യം തന്നെയാണെങ്കിലും, പ്രജാസ്നേഹമെന്നത് ദയാർദ്രചിത്തരായ മഹാത്മാക്കളുടെ സ്വഭാവമാണ്. നല്ല ദയയുള്ള, ലോക പുരോഗതിക്കായിട്ട് ചിന്തയുള്ള, ലോകത്തിൻ്റെ ഉന്നതിക്കായിട്ട് എല്ലാ ജനങ്ങളുടെയും നേരെ ദയ തോന്നുന്ന ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ഉത്തമന്മാരുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഇത്, ഈ സ്വഭാവവിശേഷം. അതൊരു നല്ല മനുഷ്യരുടെ എല്ലാവരോടും ദയ തോന്നുന്ന ഒരാളുടെ ഒരു പ്രത്യേകത തന്നെ ആണ്. അതാണ് രാജാവിനുണ്ടായിരിക്കേണ്ടത്. 51 പ്രാരബ്ധ കർമ്മങ്ങളാൽ കാഴ്ച നശിച്ച് നട്ടം തിരിയുന്ന ഞങ്ങൾക്ക് എന്ത് ചെയ്തു? അങ്ങ് അന്ധകാരത്തിൽ നിന്നും കടത്തി തന്നിരിക്കുകയാണ് നമ്മളെയെല്ലാം. 52 യാതൊരാൾ ബ്രാഹ്മണവർഗത്തിൽ പ്രവേശിച്ച് ക്ഷത്രിയ വർഗത്തെയും, ഇദ്ദേഹം രാജാവ് ബ്രാഹ്മണവർഗത്തിൽ പ്രവേശിച്ച് ക്ഷത്രിയ വർഗത്തെയും, പ്രവേശിച്ച ക്ഷത്രിയ വർഗത്തെയും, ക്ഷത്രിയ വർഗത്തിൽ പ്രവേശിച്ച ബ്രാഹ്മണ വർഗത്തെയും, ബ്രാഹ്മക്ഷത്രോദയ വർഗത്തെ പ്രവേശിച്ച് ഈ ലോകത്തെയും. അപ്പോൾ രാജാവ് എന്ത് വേണം? ബ്രാഹ്മണ വർഗത്തിൻ്റെ
ചിന്താഗതി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ചിന്ത സ്വീകരിച്ചുകൊണ്ട് വേണം കർമ്മം ചെയ്യാൻ. ക്ഷത്രിയരാണെങ്കിലും ബ്രാഹ്മണവർഗത്തിൻ്റെ നിന്ന് കിട്ടുന്ന ബുദ്ധിമാന്മാരിൽ നിന്ന് കിട്ടുന്ന ഉപദേശം ചെയ്തുകൊണ്ടാണ് ക്ഷത്രിയ ധർമ്മം അനുഷ്ഠിക്കേണ്ടത്. അതുവരെ ബ്രാഹ്മണരിൽ എന്ത് വേണം? ക്ഷത്രിയരുടെ ആ ഒരു ഗുണഗണങ്ങൾ സപ്പോർട്ടായിട്ട് ക്ഷത്രിയരും വേണം. അപ്പം ഇത് രണ്ടും ചേർന്ന വർഗത്തിൻ്റെ ഗുണങ്ങൾ കൂടി ചേർന്നവരാണ് ആര്? ഈ പൃഥ്വി. എല്ലാ ഗുണങ്ങളും ചേർന്നവരാണ് ഈ രാജാവ്. അതായത് ബുദ്ധി ഉപദേശിക്കുന്നുണ്ട്. ഇവിടെ ബുദ്ധിയാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പം ബ്രാഹ്മണ സ്വഭാവവും അദ്ദേഹത്തിനുണ്ട്, ബ്രാഹ്മണ ജ്ഞാനവും അദ്ദേഹത്തിന് ഉണ്ട്. അങ്ങനെയുള്ള സത്വഗുണ സമ്പന്നന്മാരായ മഹാപുരുഷോത്തമനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് അങ്ങേക്ക് നമസ്കാരം. കാരണം അങ്ങേര് വെറും രാജാവ് ക്ഷത്രിയ സ്വഭാവം മാത്രമല്ല, എല്ലാ ജ്ഞാനങ്ങളും അതിൻ്റെ പിന്നിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ജ്ഞാനവും കൂടിയും ബുദ്ധിയും കൂടി ഉപദേശിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുകയാണ്.